വെൽക്കം. ഗുഡ് മോർണിംഗ്. യൂത്ത് ഫോർ മിഷൻസ് ഇന്ത്യയുടെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് ഒരു ചെറിയ ബ്രേക്കിന് ശേഷം എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 2 ആഴ്ചകൾ വിവിധ കാരണങ്ങളാൽ നമുക്ക് സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. എങ്കിലും ഇന്ന് കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് സഹായിച്ചല്ലോ. അതിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വെല്ലൂരായിരുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ, നിങ്ങളുടെ പ്രാർത്ഥനയാൽ സൗഖ്യത്തോടെ മടങ്ങി വരുവാൻ, കൺവെൻഷന് പങ്കെടുക്കുവാൻ, ഒരിക്കലും ചിന്തിച്ചതല്ല, കൺവെൻഷന് പങ്കെടുക്കുവാനും ദൈവകൃപ ഒരുപാട് അനുഭവിക്കുവാനും, അത് വന്നില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോയെന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട്, വരാൻ സാധിച്ചതുകൊണ്ടും ഒരുപാട് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ച എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം, സെഷൻ 8-ാമത്തെ അധ്യായം, സെഷൻ 13, 13-ാമത്തെ സെഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. യേശു കർത്താവ് രാജാവാണെന്ന് പറഞ്ഞാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷം തുടങ്ങിയത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു കാര്യം മനസ്സിലായി, അവൻ രോഗത്തിൻ്റെ മുകളിലും രാജാവാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കാറ്റിനും കോളിൻ്റെ മുകളിൽ അവൻ രാജാവാണ്. പിന്നെ നമ്മൾ കാണുന്നു ഭൂതങ്ങളുടെ മുകളിലും അവൻ രാജാവ്. അവൻ രാജാവല്ലാത്ത ഒരിടവും ഇല്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, വലിയ ആശ്വാസമല്ലേ? കർത്താവിൻ്റെ രാജ്യത്വം ഇല്ലാത്ത ഒരിടവും ഇല്ല. ഒരു ദൈവമക്കൾക്ക് സത്യം പറഞ്ഞാൽ ഇതിൽ കൂടുതലൊന്നും വലിയ ആശ്വാസത്തിന് ആവശ്യമില്ല. എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ ഒതുങ്ങാത്ത, അവൻ്റെ അധീനതയിൽ ഇല്ലാത്ത ഈ സ്വർഗത്തിലോ ഭൂമിയിലോ ഇനി ഭൂമിക്ക് കീഴിലോ ഇല്ല എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം വലിയ ഒരു ആശ്വാസം, വലിയൊരു ധൈര്യം ആണ്. ആട്ടെ, നമ്മളിപ്പോൾ 8-ാമത്തെ അധ്യായം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാനത്തെ ഭാഗം. ഒരുപാട് കാര്യങ്ങളില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഇത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ കെസിക് ആൻഡ് ഫാമിലി കോൺഫറൻസ് ആണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ 348 മിഷണറിമാർ പല സ്ഥലങ്ങളിൽ 18 സംസ്ഥാനങ്ങളിൽ നിന്നും വന്നു. വലിയ സന്തോഷമായിരുന്നു. അവരുടെ ഒരു ദിവസം അവരുടെ കോസ്റ്റ്യൂംസിലൊക്കെ എല്ലാവരും കൂടെ വന്ന് ദൈവത്തെ പാടി ആരാധിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. സത്യം പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകത്തിൽ എല്ലാ ഭാഷയും എല്ലാ ജാതിയിൽ നിന്നുമുള്ള ഒരു കൂട്ടം എന്ന് പറയുന്നത് പോലെ ഒരുമിച്ച് നിന്ന് കർത്താവിനെ ആരാധിക്കുവാനും, കഴിഞ്ഞ 36 വർഷമായി മിഷൻസ് ഇന്ത്യയിലെ മിഷണറിമാരുടെ അധ്വാനം, അതിൻ്റെ ഫലം കാണുവാനും കുറച്ച് കാണുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. നിങ്ങളിൽ പലരും അതിന് വന്നു. അതിനായിട്ട് നന്ദി. നമ്മുടെ ജോജു ബ്രദറൊക്കെ അതിന് ഒരുപാട് അധ്വാനിച്ചു കേട്ടോ. ഇതിൻ്റെ പിന്നിലൊക്കെ ഇവരുടെ അക്കോമഡേഷനും അവരുടെ വൈദ്യസഹായത്തിനൊക്കെ ആയിട്ട് ഒരുപാട് അധ്വാനിച്ചു. ഇറ്റ് വാസ് എ വെരി 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 എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ എന്താ പറയണ്ടേ, ഒരു ആത്മീയ ഉണർവിൻ്റെ സമയമായിരുന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു സാക്ഷ്യം മാത്രം പെട്ടെന്നൊന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഈ നമ്മുടെ രാജസ്ഥാനിലെ ചില സഹോദരന്മാർ അവരുടെ തൊപ്പി എനിക്ക് തന്നു. ആ തൊപ്പി ഇടാത്ത അദ്ദേഹത്തിൻ്റെ തൊപ്പിയാണ് അദ്ദേഹം എനിക്ക് തന്ന് ഫോട്ടോ എടുത്തത്. അദ്ദേഹത്തിൻ്റെ പേര് കോദ്ര ലാൽ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷ്യം പെട്ടെന്ന് പറയാം. ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്, പറയാനൊന്നും സമയമില്ല. പെട്ടെന്നൊന്ന് പറഞ്ഞ് ഞാൻ പറയാം. അപ്പോൾ ഡോക്ടർ ജേക്കബ് രാജസ്ഥാനിൽ ഈ മെഡിക്കൽ മിഷൻ സ്റ്റോർ, അത് തന്നെ ഒരു വലിയ സംഭവം. അതൊക്കെ ബൈ ദ വേ, ഒക്ടോബർ 1 മുതൽ 4 വരെ അടുത്ത വർഷം ഗോ കോൺഫറൻസ് നടക്കുകയാണ്. സന്തോഷ് ബ്രദറെ ടിക്കറ്റ് ഇപ്പോഴേ ബുക്ക് ചെയ്തോ, ഞാൻ പറയുകയാണ്. നിങ്ങൾ എല്ലാവരും വരണം. നമുക്ക് ആകെക്കൂടെ എനിക്ക് തോന്നുന്നു എൻ്റെ അറിവിൽ 500 സീറ്റിനെങ്ങാണ്ട് സ്ഥലമുള്ളൂ. നമ്മുടെ സ്നേഹിതരെല്ലാവരും നേരത്തെ രജിസ്റ്റർ ചെയ്ത്, ഞാൻ ഈ ആഴ്ചയ്ക്ക് അല്ലെ അടുത്ത ആഴ്ചക്കുള്ളിൽ ലിങ്ക് എല്ലാം അയച്ചു തരാം. എല്ലാ നമ്മുടെ സഹോദരങ്ങളും വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സീറ്റെല്ലാം നിറയും. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ഫാമിലി എല്ലാവരും കൂടി വരണമെന്നുള്ളത് ഞാൻ വളരെ സ്നേഹത്തോടെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഗോ കോൺഫറൻസ് ഒക്ടോബർ 1 മുതൽ 4 വരെയാണ്. നിങ്ങൾ വരണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ കഥകളൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽ കേൾക്കാം. ഇവരെയൊക്കെ വിളിക്കുന്നുണ്ട് ഞാൻ വീണ്ടും. ഓക്കെ, ഈ കോദ്ര ലാൽ കർത്താവിനെയൊക്കെ അറിഞ്ഞ് വന്ന ഒരു സമയം, അതൊക്കെ പോട്ടെ, അത് വലിയൊരു സ്റ്റോറിയാണ്. എന്നാൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ജേക്കബ് ഈ മലയുടെ മുകളിൽ ചെന്ന് ബൈബിൾ സ്റ്റഡി നടത്താൻ പോകും. അപ്പോൾ അന്ന് കൊച്ചുകൂട്ടം, ഇന്നത്തെ പോലെ ആയിരക്കണക്കിന് ആളുകളില്ല, അന്ന് കൊച്ചുകൂട്ടം, ആരുമില്ല. വില്ലേജസിലൊന്നും സുവിശേഷം ഒരിക്കൽ പോലും എത്തിയിട്ടില്ല. പ്രിയമുള്ളവരെ, ഞാനൊരു സ്റ്റാറ്റിസ്റ്റിക് ഷെയർ ചെയ്തു. നമ്മൾ ഇന്ത്യയിൽ വലിയ ഉണർവാണെന്നൊക്കെ പറഞ്ഞ് ഈ സ്റ്റേഡിയംസിൻ്റെ ഒക്കെ വീഡിയോ കാണുന്ന അതേ സമയത്ത് നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം. 6 ലക്ഷം ഗ്രാമങ്ങളിൽ 4 ലക്ഷം ഗ്രാമങ്ങളിൽ ഒരു പ്രാവശ്യം ഒരു സുവിശേഷം എത്തിയിട്ടില്ല കേട്ടോ. നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇതങ്ങ് ഭയങ്കര സുവിശേഷീകരണം. ഔട്ട് ഓഫ് 6 lakh villages, 4 lakhs have not even heard the gospel once.
അതാണ് നമ്മുടെ രാജ്യം. അതൊരിക്കലും മറക്കരുത്. അതുകൊണ്ടാണ് മിഷൻസ് ഇന്ത്യ ഈ അൺറീച്ച്ഡ് പീപ്പിൾ ഗ്രൂപ്പ്സിൽ ഇടയ്ക്ക് പ്രവർത്തിക്കുന്നത്. ഇതിനകത്ത് വലിയ ഷോ ബിസിനസ് ഒന്നും ഇല്ലെങ്കിലും അവരവരുടെ ഗ്രാസ് റൂട്ടിൽ പോയി പ്രവർത്തിക്കുക. ആട്ടെ, ഇതുപോലൊരു അൺറീച്ച്ഡ് പീപ്പിൾ ഗ്രൂപ്പിന് ഇടയ്ക്ക് ഡോക്ടർ ജേക്കബ് 36 വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ സകലൊന്നും വേണ്ടെന്ന് വെച്ച് അവിടെ പോയി സുവിശേഷം പറഞ്ഞു. അങ്ങനെ കോതറാലാല് കർത്താവിനെ അറിഞ്ഞു. ഈ കോതറാലാല് അദ്ദേഹത്തിന് വലിയൊരു ഫാമറൊക്കെയാണ്. അല്ലാതെ ഒരു പാവപ്പെട്ട ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊന്നുമല്ല. അദ്ദേഹത്തിന് നല്ല അത്യാവശ്യം സമ്പത്തും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ഇദ്ദേഹം കർത്താവിനെ അറിഞ്ഞു വന്നപ്പം ഒരിക്കൽ ഈ സുവിശേഷ വിരോധികൾ ചെയ്തൊരു കാര്യം. അപ്പോൾ ഈ ബൈബിൾ സ്റ്റഡിക്ക് ഡോക്ടർ ജേക്കബ് ചെന്നപ്പോൾ അവിടെ കോതറാലാൽ ഇങ്ങനെ ഫുൾ രക്തത്തിനകത്ത് നിൽക്കുക. പുള്ളിയുടെ ദേഹം മുഴുവൻ ബ്ലഡാണ്. അപ്പം ഇദ്ദേഹം ഈ ഹെൽപ്പായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇനി ഇദ്ദേഹം ഓർത്തു വല്ല പേഷ്യന്റിനെ പൊക്കിയപ്പോൾ രക്തം ദേഹത്ത് വരേണ്ടതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കോതറാബായോട് ചോദിച്ചു എന്താ സംഭവിച്ചത്. അന്ന് കോതറാബായ് ചെറുപ്പമാണ്, ഓർത്തോണം. അപ്പോൾ കോതറാബായ് പറഞ്ഞു, രാവിലെ ഇന്ന് ഭാര്യയായിരുന്നു അടുപ്പ് കത്തിക്കേണ്ടി, ഭാര്യയുടെ പകരം ഞാൻ പോയി അടുപ്പ് കത്തിച്ചു. സുവിശേഷ വിരോധികൾ എന്ത് ചെയ്യുന്നറിയാം, അദ്ദേഹത്തിന്റെ അടുപ്പിനകത്ത് ലോക്കൽ നാടൻ ബോംബ് പ്ലാന്റ് ചെയ്തു. അപ്പോൾ ഈ ബോംബ് പ്ലാന്റ് ചെയ്തുകൊണ്ട് ഇതെല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് അദ്ദേഹത്തിന്റെ ദേഹത്ത് ഇങ്ങനെ ഈ ചെറിയ ചെറിയ ഷാർപ്നൽസ് ഉണ്ട്, അതിൽ ദേഹത്ത് മുഴുവൻ രക്തം കൊണ്ട്. അപ്പോൾ ഡോക്ടർ ജേക്കബ് ചോദിച്ചു, പിന്നെ ഈ മലയാടി എന്തിനാ ഇങ്ങോട്ട് വന്നേ? പുള്ളി പറഞ്ഞു, അയ്യോ, ബൈബിൾ സ്റ്റഡി എങ്ങനെയാ മിസ് ചെയ്യാൻ പറ്റുന്നത്, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാമെന്ന്. ഞാൻ ഓർക്കുമായിരുന്നേ, ഇവരുടെ കമ്മിറ്റ്മെന്റിന്റെ ലെവല് കണ്ടോ. ചിലരൊക്കെ പറയും ഇവർ റൈസ് ബാക്ക് ക്രിസ്ത്യൻസാ, ഇവർക്ക് കാശ് കൊടുക്കുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ജീവൻ പണയപ്പെടുത്തിയ ഇവർ കർത്താവിൻ്റെ പുറകെ വന്നിരിക്കുന്നത്. അല്ലാതെ പക്ഷെ ഞാൻ പറയാൻ വന്നത് എന്നാണെന്നറിയോ, ബൈബിൾ സ്റ്റഡി പോലും മിസ് ചെയ്യാതെ അത്രമാത്രം ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കും. ഇന്ന് എൻ്റെ വലത്ത് വശം നിൽക്കുന്ന വിക്രം ആക്ച്വലി ഇപ്പം അവനൊക്കെ പ്രസംഗിക്കുന്നത് കേൾക്കണം, ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ പ്രസംഗിക്കും. വിക്രം ആക്ച്വലി കോതറാബായുടെ മകനാ. അവൻ അടുത്ത ജനറേഷനും ഇപ്പം മിഷൻസ് ഇന്ത്യയുടെ കൂടെ മിഷണറിയായി പ്രവർത്തിക്കുന്നു എന്നുള്ളത്. ഇവർക്ക് വലിയ സാധ്യതയും നല്ല എഡ്യൂക്കേഷൻ ഉള്ളവരാണ്. പക്ഷെങ്കിൽ അവർ കർത്താവിനെ സേവിക്കാൻ വേണ്ടി തീരുമാനിച്ചു. നമ്മുടെ ആയിരക്കണക്ക് കഥകളിൽ ഒന്ന് ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ. ഇതൊക്കെ ഇനിയും കേൾക്കാൻ നിങ്ങൾ October 1 to 5, 2026 നവജോതൻ ക്യാമ്പസിൽ വരണം. നിങ്ങൾ മറക്കരുത്. ഇപ്പോഴേ നിങ്ങളുടെ വെക്കേഷനും സകലമാന കാര്യങ്ങളും ഇപ്പോഴേ പ്ലാൻ ചെയ്തോണം, മിസ് ചെയ്യരുത് എന്ന് ഞാൻ പറയാം. ഓക്കെ, ഇനിയും നമ്മുടെ ബൈബിൾ സ്റ്റഡിയിലേക്ക് കടക്കാം. ഈ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് നമ്മുടെ വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? പല പല വിഷയങ്ങൾ. അതിനകത്ത് ഒരു വിഷയമാണ് നമ്മൾ ഈ ദൈവത്തെ അത്ഭുതപ്പെടുത്തുന്ന വിശ്വാസം. പിന്നെ അതിനു മുമ്പ് ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു പാട്ടിറക്കി, വിത്ത് ക്രൈസ്റ്റ് ഇൻ മൈ വെസൽ വി കൻ സ്മൈൽ അറ്റ് ദ സ്റ്റോം, അല്ലേ? ക്രിസ്തു പടകിലുണ്ടെങ്കിൽ ഏത് കാറ്റും കോളും വന്നാൽ നമുക്ക് അതിനെ നോക്കി ചിരിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വളരെ പെട്ടെന്ന് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ആയി വെല്ലൂര് പോകേണ്ടി വന്നതും. ഓക്കെ, എന്നാൽ ഞാൻ വാസ്തവമായിട്ട് പറയട്ടെ. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഇത്രയും നേരം നീ തിയറിയൊക്കെ പറഞ്ഞതല്ലേ, ഇത് നീ പ്രാക്ടിക്കലായിട്ടൊന്ന് അനുഭവിക്കുക, അതിനുള്ളൊരു നല്ലൊരു അവസരമാണ്. പക്ഷെങ്കിൽ ഒരു കാര്യം എനിക്കറിയാം പ്രിയമുള്ളവരെ, ഈ പൗലോസ് കർത്താവിൻ്റെ വേലയുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്തപ്പോഴാണ് ഈശാനമൂലൻ അടിച്ചത്, അല്ലേ? നിങ്ങൾക്കറിയാം. ഈശാനമൂലൻ അടിച്ചപ്പോൾ ഈ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ പ്രിയമുള്ളവരെ? നിങ്ങൾ അധൈര്യപ്പെടരുത്. അതിൻ്റെ കാരണം എന്നാ? എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ യഹോവയുടെ ദൂതൻ എന്നോടൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞേ? പൗലോസേ, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടവനാണ് എന്ന് പറഞ്ഞാൽ ഈശാനമൂലൻ അടിക്കും, കാറ്റും കോളും അടിക്കും, പ്രതിസന്ധികൾ വരും. പക്ഷെങ്കിൽ കൈസറിന്റെ മുമ്പിൽ നിൽക്കുവാൻ ദൈവം ഒരു മനുഷ്യനെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ കൈസറിന്റെ മുമ്പിൽ നിൽക്കുന്നത് വരെ അവൻ്റെ രോമത്തെ തൊടുവാൻ ഒരുത്തനും അനുവാദമില്ല. അതുകൊണ്ട് നമുക്കൊരു ഉറപ്പുണ്ട്, നമ്മുടെ കാലം തികയുന്നത് വരെ, നമ്മുടെ അവസാനത്തെ ശ്വാസം വരെ ദൈവം എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഉദ്ദേശിച്ചിട്ടുള്ളത് അവൻ നിവർത്തിക്കും. അതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉറപ്പ്. അതുകൊണ്ട് ഈ പടകിലും യേശു കർത്താവ് ഉണ്ടെങ്കിൽ കാറ്റടിച്ചാലും കോളടിച്ചാലും തിരമാലകൾ അടിച്ചാലും സുഖമായിട്ട് അതിനെ നേരിടുവാനുള്ള കൃപ ദൈവം എനിക്കും നിങ്ങൾക്കും തരും. ഒരു പക്ഷെങ്കിൽ വലിയ കൊടുങ്കാറ്റിന് നടുവിലൂടെയൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് ദൂത് പറയുകയാണ്. എന്താണ് പറയുന്നത്? യേശു കർത്താവ് പടകിലുണ്ടെങ്കിൽ നിങ്ങൾക്കും സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ കർത്താവ് ഒരു വഴി ഒരുക്കും. മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിന്റെ 23 മുതൽ 25 വരെ.
അവനൊരു പടകിൽ കയറിയപ്പോൾ അവന്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. പിന്നെ കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി. അവനോ ഉറങ്ങുകയായിരുന്നു. അവർ അടുത്ത് ചെന്ന്, കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, യേശു കർത്താവിനെ പിൻപറ്റുവാൻ തീരുമാനിച്ചാൽ കാറ്റും കോളും ഇല്ലാത്ത ഒരു ജീവിതം ആരും എക്സ്പെക്ട് ചെയ്യരുത് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ഇന്ന് പറയുകയാണ്. ചിലരാണെങ്കിൽ പ്രസംഗിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇനോ അവർ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, യാതൊരു പ്രശ്നവും നിങ്ങളെ അടുക്കത്തില്ല, ബാധ നിന്റെ അടുക്കൽ വരത്തില്ല. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. യേശു കർത്താവിനോട് കൂടെ ചേർന്ന് നമ്മൾ നടക്കുമ്പോൾ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ വരത്തില്ല എന്ന് ഒരു നാളും വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നില്ല. യേശു കർത്താവിന്റെ പിന്നാലെ പോയതാണ്, ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ശിഷ്യന്മാർ കൂടെ പോയതാ. ബട്ട് ഫോളോയിങ് ജീസസ് ഡസൻറ്റ് എക്സെപ്റ്റ് us ഫ്രം സ്റ്റോംസ്. അത് ആദ്യമേ ദൈവമക്കൾ പഠിക്കണം. ഇന്നത്തെ ചില സുവിശേഷങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇതൊന്നും ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് അവർ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവർ, അത് വേദപുസ്തകത്തിന് അടിസ്ഥാനപ്പെട്ട ഒരു ഉപദേശമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഇവിടെ യേശു കർത്താവിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, വളരെ വലിയ തിരമാലകളും പടക് മുങ്ങുമാറായി ഇരിക്കുകയാണ്. എന്നിട്ട് പറയുക, അടുത്ത സെന്റൻസ്, അടുത്ത ലൈൻ പറയുക ക്രിസ്തുവിനെ കുറിച്ച്, അവനോ ഉറങ്ങുകയായിരുന്നു. യേശു കർത്താവിന്റെ ജീവിതം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹി വാസ് നെവർ ഹറീഡ്, ഹി വാസ് നെവർ വറീഡ്. അല്ലേ? ഒരിക്കലും ആശങ്കപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുന്ന ഒരു ധൃതിക്കാരനെ കണ്ടിട്ടില്ല ഞാൻ. ഒരു കാര്യത്തെക്കുറിച്ചും വ്യാകുലപ്പെട്ട് നിൽക്കുന്നതും കണ്ടിട്ടില്ല ഞാൻ. അതാണ് യേശു ക്രിസ്തുവിന്റെ മോഡൽ. കാറ്റുണ്ടായിരുന്നോ? ഉണ്ട്. കോളുണ്ടായിരുന്നോ? ഉണ്ട്. വീഞ്ഞ് തീർന്നു പോയ അവസരങ്ങൾ ഉണ്ടായിരുന്നോ? ഉണ്ട്. താൻ പല സ്ഥലത്ത് യാത്ര ചെയ്യേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ക്ഷീണിച്ചു പോയ അവസരങ്ങളുണ്ടോ? എല്ലാം ഉണ്ട്. ബട്ട് ഹി വാസ് നെവർ ഹറീഡ് ആൻഡ് ഹി വാസ് നെവർ വറീഡ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരിക്കലും ഒരു ഹറിയിലാകരുത്. യെസ്, ഹി വാസ് ഓൾവേസ് ഓൺ എ മിഷൻ. ആ മിഷനിൽ നിന്ന് കർത്താവിനെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുവാൻ ആരെ അനുവദിച്ചില്ല. ബട്ട് ഹി വാസ് നെവർ ഇൻ എ ഹറി, ഹി വാസ് നെവർ വറീഡ്. മൂന്നാമത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ആ സമയത്ത് വലിയ കാറ്റും കോളും തിരമാലകളൊക്കെ അടിച്ചപ്പോൾ യേശു കർത്താവ് ഒരുപക്ഷെ മിണ്ടാതിരിക്കുക. ഹീ സൈലന്റ് ബട്ട് നെവർ ഫൊഗെറ്റ് ദാറ്റ് ഹീ ഈസ് ആബ്സെന്റ്. ആ സമയത്തൊന്നും പറയുന്നില്ല, പക്ഷെങ്കിൽ പടകിൽ ക്രിസ്തു ഉണ്ട്, അത് മതി. ദാറ്റ് ഈസ് ഓൾ യു നീഡ്. അയ്യോ കർത്താവേ, നീ എന്താ ഒന്നും സംസാരിക്കാത്തത്? കർത്താവ് സംസാരിക്കണ്ട, കർത്താവ് പടകിലുണ്ടോ? അത് മതി. കർത്താവേ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? കർത്താവ് പടകിലുണ്ടോ? അത് മതി. പക്ഷെങ്കിൽ ഈ ക്രൈസിസിന്റെ ഇടയിൽ ഈ ശിഷ്യന്മാർ ചെയ്ത ഒരു നല്ല കാര്യമുണ്ട്. അവര് വിളിക്കേണ്ടിടത്ത് ചെന്ന് വിളിച്ചു എന്നുള്ളതാണ്. കാറ്റും കോളും തിരമാലകളും ഒക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ എന്ന് പറഞ്ഞത് എന്താ? കർത്താവെ രക്ഷിക്കണമേ. ഇന്ന് ഒരു പക്ഷെങ്കിൽ കാറ്റിൻ്റെയും കോളിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും ഇടയിലൂടെ സഞ്ചരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, വിളിക്കേണ്ട സ്ഥലത്ത് എന്ന് വിളിക്കണം. അവിടെ ഇവിടെയും മനുഷ്യരുടെ പുറകിലും ആ മനുഷ്യൻ്റെയും ഈ മനുഷ്യൻ്റെയും പുറകിലൊന്നും പോകരുത്. വിളിക്കേണ്ട ഒരു ഇടമുണ്ട്, ആ ഇടത്തിലേക്ക് ചെന്ന് നാം വിളിക്കണം. അത് ശിഷ്യന്മാർ ചെയ്ത ഒരു കറക്റ്റ് കാര്യമാണ്. ക്രൈസ്റ്റ് ഷുഡ് മേക്ക് us cry out to the right person. പിന്നെ ഈ കാറ്റിനെയും കോളിനെയും ഭരിക്കുന്നവൻ എൻ്റെ പടകിലുണ്ടോ എന്നൊരു ചോദ്യം മാത്രം ചോദിച്ചാൽ മതി. കാറ്റിനെയും കോളിനെയും ഭരിക്കുന്നവൻ എൻ്റെ പടകിലുണ്ടോ? എൻ്റെ പടകിലുണ്ടെങ്കിൽ സമാധാനത്തോടിരിക്കാം, സന്തോഷത്തോടിരിക്കാം. ആവശ്യം വന്നാൽ ഉറങ്ങാനും ദൈവം കൃപ തരും. ആട്ടെ, എന്താണ് യേശുവിൻ്റെ പ്രതികരണം? മത്തായിയുടെ സുവിശേഷം 8:26-27. അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തത ഉണ്ടായി. എന്നാറേ ആ മനുഷ്യർ അതിശയിച്ചു, ഇവൻ എങ്ങനെയുള്ളവൻ, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു കർത്താവ് താൻ ആരാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്നാൽ ഈ പുറത്തുള്ള കാറ്റിനെ അടക്കുന്നതിന് മുമ്പ് കർത്താവ് ചെയ്തൊരു കാര്യമുണ്ട്. ശിഷ്യന്മാരുടെ അകത്തെ കാറ്റിനെ അങ്ങ് അടക്കി. പറഞ്ഞു മനസ്സിലായോ? ഇന്നൊരു പക്ഷെങ്കിൽ പുറത്തെ കാറ്റ് ശമിക്കാൻ കുറച്ച് സമയം എടുത്തുന്നിരിക്കും. ദൈവത്തിന്റെ സമയത്ത് കർത്താവ് വലിയ പ്രവൃത്തികളൊക്കെ ചെയ്യും. എന്നാൽ എൻ്റെ പുറത്തെ അവസ്ഥ ശമിപ്പിക്കുന്നതിന് മുമ്പ്, എൻ്റെ പുറത്തെ ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുന്നതിന് മുമ്പ്, ഇന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ അകത്ത് ഒരു കോളിളക്കമുണ്ട്, അതിനെ ശാന്തമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കർത്താവ് പറയാണ്, ഭയപ്പെടരുത്. എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഭയപ്പെടുന്നത്?
നിങ്ങൾ ശാന്തമായിട്ടിരിക്കുക. നിങ്ങൾ എന്തിനാ ഭീരുക്കളാകുന്നത്? ഞാൻ പടകിലില്ലേ? അപ്പോൾ യേശു കർത്താവ് ആരാണെന്നുള്ള ഉറപ്പ് ഈ ശിഷ്യന്മാർക്ക് ഇപ്പോഴും വന്നിട്ടില്ല. അതാണ് അതിന്റെ കാരണം. അതുകൊണ്ട് അല്പവിശ്വാസികളെ എന്ന് പറയുന്നത്. ഇവൻ ആരാന്നുള്ള വലിയ തിരിച്ചറിവ് ഇപ്പോഴും മുഴുവനായി അവർക്ക് വന്നിട്ടില്ല. ഇതേ അവസ്ഥ ഈശാനമൂലൻ പൗലോസിന് അടിച്ചു. പൗലോസ് ഒരു ശിഷ്യനാണ്. പൗലോസ് എങ്ങനെ സമാധാനത്തോടെ ഇരിക്കുന്നത്? എങ്ങനെ ആ കപ്പൽ ഛേദത്തിന്റെ ഇടയിൽ നിങ്ങൾ കഴിക്കാൻ മറ്റുള്ളവരോട് പറയുന്നത്? ഇതൊക്കെ പറയാൻ സാധിക്കുന്നതിന്റെ കാരണം പുറത്തെ ഈശാനമൂലൻ മാറിയത് കൊണ്ടോ പുറത്തെ പ്രതിസന്ധി മാറിയത് കൊണ്ടല്ല, അകത്ത് പടകനകത്ത് ക്രിസ്തു ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ശാന്തമായിരിക്കാം എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട്. ജീസസ് നെവർ പാനിക്ഡ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശു കർത്താവിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ യേശു കർത്താവ്, ഓ അങ്ങനെയാണോ, അയ്യോ ഇനി നമ്മൾ എന്ത് ചെയ്യും, അയ്യോ. യേശു കർത്താവ് അങ്ങനല്ല. ഹീസ് ഫുള്ളി ഇൻ കൺട്രോൾ. നമ്മൾ കർത്താവിനെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ ഈ ലോകത്തിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴേ ഓരോ രാജാക്കന്മാർ എഴുന്നേൽക്കുന്നു, യുദ്ധങ്ങൾ ഉണ്ടാകുന്നു, കോവിഡ് വരുന്നു, അത് പോകുന്നു. ഇതൊക്കെ സംഭവിക്കുമ്പം നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, സ്വർഗത്തിലിരുന്ന് കർത്താവ് ഇങ്ങനെ മേളിലോട്ടും താഴോട്ടും മേളിലോട്ടും താഴോട്ടും ഇങ്ങനെ ഉലാത്തുക, അയ്യോ ഞാൻ ഇനി എന്ത് ചെയ്യും, ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കണം, ഞാൻ ആരെന്നെ സഹായിക്കും. ഹീ ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. അവൻ ആ ഉറച്ചുള്ള സിംഹാസനത്തിൽ ഇരിക്കുക. അവൻ്റെ ഹിതപ്രകാരം ഓരോ കാര്യങ്ങൾ അതിൻ്റെ സമയത്ത് നടത്തും. സോ ഗോഡ് ഇസ് ഓൾവേസ് ഇൻ കൺട്രോൾ. തൻ്റെ കയ്യിൽ നിന്ന് യാതൊരു കൺട്രോളും കർത്താവിന് നഷ്ടപ്പെട്ടിട്ടില്ല. അത് നമ്മൾ എന്നും ഓർത്തു കൊള്ളണം. ജീസസ് ഡസ് നോട്ട് പാനിക്. അപ്പോൾ ഇപ്പം കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ സൃഷ്ടിയുടെ മുകളിലും കർത്താവാണ്. ഐ ആം ദി അതോറിറ്റി ഓവർ ക്രിയേഷൻ. സൃഷ്ടിക്ക് ഞാൻ കർത്താവാണ്. മനുഷ്യരുടെ മേൽ മാത്രമല്ല, സകല സൃഷ്ടിയും സകല ചരാചരങ്ങളുടെ മേലും അവന് കർത്തവ്യമുണ്ട് എന്ന് കർത്താവ് പഠിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ കർത്താവ് ഒരു വാക്ക് പറയുക, ഒറ്റ വാക്ക്. അവൻ ശാസിച്ചു, വലിയ ശാന്തതയുണ്ടായി. യേശു കർത്താവിൻ്റെ ഒരു വാക്ക് മതി പ്രിയമുള്ളവരെ എൻ്റെ ജീവിതത്തിലെ കാറ്റിനെയും കോളിനെയും ശാന്തമാക്കാൻ. ഒരു വാക്ക്. അതുകൊണ്ടാണല്ലോ പാട്ടുകാരൻ പറഞ്ഞ, യേശുവേ ഒരു വാക്ക് മതി എന്ന് പാടിയതിൻ്റെ കാരണം എന്നാ? ഒറ്റ വാക്ക് മതി. എൻ്റെ ഹൃദയത്തിലെ സകല പ്രശ്നങ്ങൾക്കും കർത്താവിൻ്റെ ഒരു വാക്ക്. മരിച്ചവനെ ഉയർപ്പിച്ചതേ ഒരു വാക്ക്, ലാസറേ ഇറങ്ങി വാ. വൺ വേർഡ്. ഈ സകല നാം ഈ കണ്ണുകൊണ്ട് കാണുന്നതും കാണാത്തതുമായിട്ടുള്ള സകല പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത് ഉണ്ടാകട്ടെ ഒരു വാക്ക്, അല്ലേ? ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി എത്ര വലുതാ. അപ്പോൾ ഈ വചനം നമ്മൾ കൈ കൊണ്ടുവച്ചേ ഇത് തുറക്കാതിരിക്കുന്നത് ആണ് നമ്മുടെ ശക്തി ഇല്ലായ്മയുടെ കാരണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ ദൈവത്തിൻ്റെ ഒരു വാക്കല്ല, വചനങ്ങൾ മുഴുവൻ ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുക. പക്ഷെ ഇതൊന്ന് തുറന്നു വായിക്കണ്ടേ? ഇതിനകത്തുണ്ട് പ്രിയമുള്ളവരെ, ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് നമ്മളിത് വായിച്ച് ഒരു ഒറ്റ വാക്ക്, ദെയർ വാസ് ഗ്രേറ്റ് കാം. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ചോദിക്കുന്നത്? ഷോ, ഇത് എങ്ങനെയുള്ളവൻ? വാട്ട് കൈൻഡ് ഓഫ് മാൻ ഇസ് ദിസ്? Even the winds and the waves obey him. ഏതെങ്കിലും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ ഇന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ? ഭയങ്കര പ്രതിസന്ധിയാണ്. കാറ്റും കോളും ചുറ്റും നടക്കുക. ഞാനൊരു കാര്യം പറയട്ടെ. യേശു കർത്താവ് ആരാന്ന് കുറച്ചുകൂടെ വ്യക്തമായി വെളിപ്പെടുത്തുവാൻ ഈ പ്രതിസന്ധിയും ഒരു കാരണമായി തീരും. ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോയതുകൊണ്ട് ശിഷ്യന്മാരൊക്കെ മനസ്സിലായി, ഇതുവരെ ഇവൻ രോഗത്തിൻ്റെ മേൽ, കാരണം പത്രോസിൻ്റെ അമ്മായിയമ്മയെ സൗഖ്യമാക്കി, അതിനു മുമ്പ് യായിറോസിൻ്റെ അല്ലെങ്കിൽ ശതാധിപൻ്റെ വേലക്കാരനെ സൗഖ്യമാക്കി. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി. അപ്പോൾ രോഗത്തിൻ്റെ മേൽ കർത്തവ്യമുണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എന്താണ്? രോഗത്തിൻ്റെ മേൽ മാത്രമല്ല, സകല പ്രപഞ്ചത്തിൻ്റെ മേലും കർത്തൃത്വം കർത്താവിനുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചിലപ്പോൾ ചില ക്രൈസിസിലൂടെ നമ്മൾ പോകുമ്പോഴേ യേശു കർത്താവിൻ്റെ വെളിപ്പാട് നമുക്ക് വ്യക്തമാകത്തുള്ളൂ. ഞാൻ ആ കാർഡിയോളജിസ്റ്റിൻ്റെ ആ ടേബിളെ കിടക്കുക കേട്ടോ. അർത്ഥനഗ്നനായി ഞാൻ കിടക്കുക. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സൂമിലൂടെ ഞാൻ പറഞ്ഞല്ലോ, ഞാനത് യൂട്യൂബിൽ ഇട്ടില്ലെങ്കിലും ഞാനത് പറഞ്ഞല്ലോ. ഞാനിങ്ങനെ കിടക്കുമ്പോൾ ഈ പ്രിയനെ ഏറ്റവും കുറച്ചുകൂടെ ഒന്ന് അനുഭവിക്കുന്ന ചില ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥകൾക്ക് നമുക്ക്
പകരം വെക്കാൻ ഒന്നും ഒക്കത്തില്ല. ഞാൻ പറഞ്ഞോ എന്ന് പറഞ്ഞുകൊണ്ട് കഷ്ടപ്പാട് വേണേ എന്ന് പ്രാർത്ഥിക്കണ്ട, എനിക്ക് ക്രൈസിസ് വേണേ, പ്രതികൂലത്തിൽ കൂടെ എന്നെ കടത്തി വിടണ്ടേ എന്നൊന്നും പ്രാർത്ഥിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെങ്കിൽ എവ്രി ക്രൈസിസ് ഇസ് എൻ റെവലേഷൻ ഓപ്പർച്യൂണിറ്റി. അത് ദൈവത്തിന്റെ പ്രത്യേകതയാണ്. ആ കർത്താവിനെ ഈ തീയിലൂടെ പോയാൽ മാത്രമേ നാലാമനെ നമുക്ക് അനുഭവിക്കാൻ ഒക്കത്തുള്ളൂ. മനസ്സിലായോ? തീയിലൂടെ കടന്നു പോകാത്തവൻ ഈ നാലാമനെ അനുഭവിക്കാൻ ഒക്കത്തില്ല. അതാണ് അതിന്റെ പ്രത്യേകത. സോ എവ്രി ക്രൈസിസ്, ആ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ പ്രയാസമാണ്, അനിശ്ചിതത്വത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രയാസമാണ്. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെങ്കിൽ കർത്താവിനെ കുറച്ചുകൂടെ ഒന്ന് അടുത്തറിയണമെങ്കിൽ ചില സാഹചര്യങ്ങൾ, ഞാൻ എൻ്റെ വല്യപ്പച്ചനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ വല്യപ്പച്ചൻ്റെ കണ്ണ് കാണാതൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം കണ്ണ് കാണാൻ, അപ്പോൾ ഒന്നും വയ്യ, പെട്ടെന്ന് ശുശ്രൂഷയെല്ലാം നിന്നുപോയി. അതുകൊണ്ട് ഇവിടുന്ന് എനിക്ക് തോന്നുന്നു കോട്ടഗിരിയിലോ എങ്ങോട്ട് മാറി താമസിച്ചു. കാരണം കണ്ണ് കാണാൻ വയ്യ, പ്രസംഗിക്കാൻ വയ്യ, ഒന്നും ചെയ്യാൻ വയ്യ. അതിശക്തമായ കർത്താവ് എടുത്തുപയോഗിച്ച ദൈവമനുഷ്യനാണ് എൻ്റെ വല്യപ്പച്ചൻ. അപ്പോൾ ഒന്നും വയ്യാതെ, അപ്പോൾ ഒന്നും ഇനിയിപ്പോൾ കാഴ്ച പോയി, ഇപ്പം ജീവിതം അതോടെ ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇങ്ങനെ ഇരിക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ കോത്തഗിരിയിൽ കുറച്ച് നാൾ താമസിക്കുക. അപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. കണ്ണൊന്നും കാണാതെ തൻ്റെ ഒരു പ്രാർത്ഥനാ മുറിയിൽ തനിയെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് പ്രാർത്ഥിക്കുക. എന്തോ പ്രാർത്ഥിക്കുക എന്നറിയോ? പ്രിയനെ ഒന്ന് അടുത്ത് നിന്നാട്ടെ എന്ന്. പ്രിയനെ ഒന്ന് അടുത്ത് നിന്നാട്ടെ. അപ്പോൾ ചിലപ്പോൾ ഈ കാഴ്ച നഷ്ടപ്പെടുന്ന അനുഭവങ്ങളിലാണ് ഈ പ്രിയന്റെ അനുഭവം ഉണ്ടാകുന്നത്. അതിപ്പം തിയോളജി ഒന്നും നമ്മളാക്കണ്ട, ഏതാ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം ഈ ക്രൈസിസിലൂടെ കടന്നു, അതല്ല എൻ്റെ കാര്യം. പക്ഷെ ദൈവത്തിൻ്റെ മക്കൾ ചിലപ്പോൾ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് യേശു കർത്താവിനെ കുറച്ചുകൂടെ അനുഭവിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായി. അതിന് പകരം വെക്കാൻ നമുക്ക് വേറെ ഒന്നും ഒക്കത്തില്ല. എന്തുകൊണ്ടാണ് കർത്താവ് ഇത് എൻ്റെ ജീവിതത്തിൽ നിന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരവൊന്നും കാണത്തില്ല. ചിലർ വന്ന് പറയും, ഓ അതൊന്നും, അതാണ് അതിൻ്റെ കാരണം, ഇതാണ് അതിൻ്റെ കാരണം. അതൊന്നും അല്ല അതിനകത്തെ വിഷയം. ദൈവമക്കൾ ഒരു ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോൾ എവ്രി സ്റ്റോം ഇസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ റിവീലിംഗ് ക്രൈസ്റ്റ്. കുറച്ചുകൂടെ കർത്താവിനെ അറിയുവാനുള്ള ഒരു വലിയ അവസരമാണ്. സോ ഡോണ്ട് വേസ്റ്റ് എനി ക്രൈസിസ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരുന്ന യാതൊരു പ്രതിസന്ധിയും അലക്ഷ്യമാക്കി കളയരുത്. ദൈവത്തിന് ഇതിനകത്ത് വലിയ ഉദ്ദേശമുണ്ട് എന്ന് മറക്കരുത്. അപ്പം അങ്ങനെ കർത്താവ് അതിനെ തുടർന്നു. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശു കർത്താവ് വലിയ ശുശ്രൂഷകൾ നടത്തുന്നു. ഈ വലിയ ശുശ്രൂഷകളുടെ ഇടയ്ക്കാണ് കർത്താവ് ശിഷ്യന്മാരോട് പറയാൻ, നമുക്ക് അപ്പുറത്ത് കടക്കണം. ഓക്കെ, അപ്പുറത്ത് കടക്കണം. അപ്പുറത്ത് കടക്കാമെന്ന് പറയുന്നു. വലിയ ഒരു പ്രതിസന്ധിയിലൂടെ അവർ കടക്കുന്നു. എന്നാൽ ഒരു കാര്യം ഓർത്തോണം, എൻ്റെ ഈ പ്രതിസന്ധിക്കപ്പുറം ഞാൻ ഇമ്പാക്റ്റ് ചെയ്യേണ്ട, ഞാൻ തൊടേണ്ട ചില ആത്മാക്കളുണ്ട്. ഇതങ്ങോട്ട് കടന്നു കഴിയുമ്പോൾ ഭൂതഗ്രസ്തരായ 2 പേരെ കർത്താവ് വിടുവിക്കുന്ന സംഭവമാണ് അടുത്തത്, ഗദർ ദേശത്ത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചിലപ്പോൾ നമ്മളോട് തന്നെ പറയണം, ഈ കൊടുങ്കാറ്റ് ശമിച്ചു കഴിയുമ്പോൾ ഞാൻ തൊടേണ്ട, ഞാൻ ശുശ്രൂഷിക്കേണ്ട ചില ഭൂതഗ്രസ്തർ എനിക്ക് വേണ്ടി കാത്തു നിൽപ്പുണ്ട്. എന്തുകൊണ്ടാണ് കർത്താവേ ഇപ്പോൾ ഈ കൊടുങ്കാറ്റ്? ഇതിനപ്പുറം there are people who need to be impacted. അത് മറക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഡോണ്ട് വേസ്റ്റ് എ ക്രൈസിസ്. ഒരു ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോൾ ഡോണ്ട് വേസ്റ്റ് ഇറ്റ്. യാതൊരു കാരണവശാലും അതിനെ വേസ്റ്റ് ചെയ്യരുത്. ഇനിയും യേശു കർത്താവ് പ്രപഞ്ചത്തിന്റെ മേൽ മാത്രമല്ല, അവൻ ഭൂതങ്ങളുടെ മേലും കർത്താവ്, രാജാവ് ഒരുവനേ ഉള്ളൂ. അത് രോഗത്തിന്റെ മുകളിൽ, അത് മനുഷ്യരുടെ മുകളിൽ, പ്രപഞ്ചത്തിന്റെ മുകളിൽ, കാറ്റിന്റെ മുകളിൽ, ഭൂതങ്ങളുടെ മുകളിൽ ഒരു രാജാവേ ഉള്ളൂ, അത് യേശു കർത്താവ്. അത് വെളിപ്പെടാൻ പോവുകയാണ് ശിഷ്യന്മാർക്ക്. മത്തായിയുടെ സുവിശേഷം 8:28 29 വാക്യം. അവർ അക്കരെ ഗദരേനരുടെ ദേശത്ത് എത്തിയാറെ 2 ഭൂതഗ്രസ്തർ ശവക്കല്ലറയിൽ നിന്ന് പുറപ്പെട്ട് അവന് എതിരെ വന്നു. നമ്മൾ മറ്റു സുവിശേഷങ്ങളിൽ 2 ഭൂതഗ്രസ്തരല്ല, ചിലപ്പോൾ ഒരു ഭൂതഗ്രസ്തൻ എന്നൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. അവർ അത്യുഗ്രന്മാർ ആയിരുന്നത് കൊണ്ട് ആർക്കും ആ വഴി നടന്നുകൂടാഞ്ഞു. ആ വഴിക്കാരും പോയിട്ടില്ല. എന്നാൽ കാറ്റും കോളും എല്ലാം സഹിച്ച് അപ്പുറത്തെ ദേശത്ത് ഇപ്പുറത്ത് വന്നിരിക്കുക, ആരും പോകാത്ത ദേശത്തേക്ക് പോകാൻ. അവർ നിലവിളിച്ചു, ദൈവപുത്ര, ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ എന്ത്? സമയത്തിന് മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ ഇവിടെ വന്നുവോ എന്ന് പറഞ്ഞു. അപ്പോൾ ആരും പോകാത്ത സ്ഥലത്തേക്ക് കഷ്ടപ്പെട്ട് യേശു ശിഷ്യന്മാരുടെ വരികയാണ്. ഏതാ? ബോട്ട് പിടിച്ച് കൊടുങ്കാറ്റിന് നടുവിലൂടെ
ഈ 2 പേർക്ക് വേണ്ടി. ദൈവസ്നേഹത്തിന്റെ വലിപ്പം കണ്ടോ? 2 പേർക്ക് വേണ്ടി വലിയ ശുശ്രൂഷ ഇട്ടേച്ച് വരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഒരുവന്റെ പുറകിൽ പോകാൻ 99 വിടുന്നവനാ നമ്മുടെ ക്രിസ്തു. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ഒരാത്മാവിന്റെ വില അതാണ്. ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് എ സോൾ. നമ്മൾ ചിലപ്പോൾ ഈ വലിയ വലിയ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ, വലിയ വലിയ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ഓർക്കും, എന്തിനാടാ പെടാപ്പെട്ട് ഈ ഒരാൾക്ക് വേണ്ടി സകലവും വിട്ട് ഒരു കോതറാലാലിന് വേണ്ടി ഡോക്ടർ ജേക്കബ് തൻ്റെ ഭാവിയും തൻ്റെ എല്ലാം മാറ്റി വെച്ച് പോകേണ്ട കാര്യമില്ല. ഇതാണ് ആത്മാവിൻ്റെ വില. പറഞ്ഞു മനസ്സിലായോ? അത് 1 ആണോ 2 ആണോ എന്നുള്ളതല്ല, ദൈവസന്നിധിയിൽ അത് ആത്മാവിൻ്റെ വിലയാണ്. അപ്പോൾ മറ്റ് സുവിശേഷങ്ങളിൽ ഒരാളുടെ കാര്യമാണ് ഞാൻ എപ്പോഴും പറഞ്ഞു, സുവിശേഷങ്ങളിൽ തമ്മിൽ നറേറ്റീവിന്റെ വ്യത്യാസം, അവർ കാണുന്ന കാഴ്ചപ്പാടിന്റെ വ്യത്യാസമല്ല, കോൺട്രഡിക്ടറി അല്ല. മനസ്സിലായോ? ഒരു പക്ഷെങ്കിൽ ഒരാളുടെ അവസ്ഥ മറ്റേയാളുടെ അവസ്ഥയെക്കാട്ടിലും ഭയങ്കരമായതുകൊണ്ടായിരിക്കും മർക്കോസൊക്കെ ഒരാളുടെ കാര്യം മാത്രം പറയുന്നത്. എന്നാൽ മത്തായി ഡീറ്റെയിൽസ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് കൊണ്ട് 2 പേരുടെ കാര്യവും പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ ശിഷ്യന്മാർക്ക് ഇടയ്ക്കിടയ്ക്ക് യേശു കർത്താവ് ആരാണെന്നുള്ള സംശയമുണ്ടെങ്കിലും ഈ ഭൂതങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷനുമില്ല. ദൈവപുത്ര, കേട്ടോ, ഒറ്റ ക്ലാരിറ്റിയിലാണ് വിളിക്കുന്നത്. ദൈവപുത്ര, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? വെരി ക്ലിയർ. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഭൂതങ്ങൾക്ക് ഭയങ്കര ക്ലാരിറ്റിയാണ്. ഭയങ്കര ക്ലാരിറ്റി. നമ്മൾ മനുഷ്യരെ പോലൊന്നുമല്ല. അവരാരാണെന്നും അവരുടെ അവസാനം എന്താണെന്നും അതുപോലെ തന്നെ ദൈവം ആരാണെന്നുള്ള ഭയങ്കര വ്യക്തതയുണ്ട്. മനസ്സിലായോ? പലപ്പോഴും നമുക്കത് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഭൂതങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവപുത്ര, നിനക്കും ഞങ്ങൾക്കും തമ്മിൽ എന്ത്? സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിപ്പാൻ ഇവിടെ വന്നുവോ എന്ന് പറഞ്ഞു. സമയത്തിന് മുമ്പ് ദണ്ഡിപ്പിപ്പാൻ. എന്തോ ഈ സമയത്തിന് മുമ്പ്? അത് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ പഠിച്ചു. എന്താണ്? ഈ ഭൂതങ്ങൾക്കൊരു കാര്യം അറിയാം, ഇവരുടെ അവസാനം എന്താണെന്നറിയാം. എന്താണ് അവസാനം? അവരെ ബന്ധിച്ച് തീപ്പൊയ്യലിടും. അവർക്കറിയാം, അതാണ് അവരുടെ അവസാനം. അവർക്ക് വലിയ ക്ലാരിറ്റി ഉണ്ട്. നമ്മൾ മനുഷ്യർക്ക് ഇപ്പോഴും പലതിനെക്കുറിച്ച് ക്ലാരിറ്റി ഇല്ല. അവർക്ക് ക്ലാരിറ്റി ഉണ്ട്. അപ്പം ചോദിക്കുക, യേശു എന്തിനാ സമയത്തിന് മുമ്പ് ഇങ്ങോട്ട് വന്നത്? മനസ്സിലായോ? ഇപ്പം ചോദിച്ചത് പക്ക കറക്റ്റ് അവർക്കറിയാം. മനസ്സിലായോ? അപ്പം ഭൂതങ്ങൾക്കൊരു കാര്യം അറിയാം, അവരുടെ സമയം ചുരുക്കമാണ്. അതുകൊണ്ടാണ് അവർ ഏറ്റവും കൂടുതൽ നാശം വിതയ്ക്കാൻ വേണ്ടി തേരാപ്പാര നടക്കുന്നത്. അവർക്കറിയാം അവരുടെ സമയം ഇത്രയേ ഉള്ളൂ, എത്രയും നാശം വിതയ്ക്കാമോ അത്രയും നാശം വിതച്ചേച്ച് അവർ പോകത്തുള്ളൂ. പ്രിയമുള്ളവരെ, നമുക്കറിയോ, നമുക്ക് അവരെക്കാട്ടിലും സമയം ചുരുക്കുക. നമുക്കതിനെക്കുറിച്ച് ബോധ്യമുണ്ടോ? നമ്മുടെ ശരീരത്തിന് ഏറെയായാൽ 80. നമുക്കതിനെക്കുറിച്ച് ബോധ്യമുണ്ടോ? അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർത്തോണം, നമ്മുടെ ശത്രു അലറുന്ന സിംഹം പോലെ എന്ന് പറയുന്നതിൻ്റെ കാരണം അവൻ്റെ സമയം എത്രയാണെന്നുള്ളത് അവന് നല്ല ബോധ്യമാണ്. ദൈവമക്കളെ, നമുക്ക് ബോധ്യം വേണം. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. നമ്മൾ റിഡീം ദ ടൈം, ഫോർ ദ ഡേയ്സ് ആർ ഈവിൾ. നമ്മളെപ്പോഴും ഈ ചിലപ്പോഴേ നമ്മുടെ ജീവിതത്തിലൊക്കെ പെട്ടെന്നൊരു പ്രതിസന്ധിയും ആരോഗ്യത്തിനൊരു ഹാനിയൊക്കെ വരുമ്പം അതിൻ്റെ ഏറ്റവും നല്ല ഇമ്പാക്റ്റ് എന്താണെന്നറിയോ? സമയം ഇത്രയേ ഉള്ളൂ എന്നുള്ള നല്ല ബോധ്യം നമുക്കുണ്ടാവും. ഇതുവരെ എന്താ പറയണ്ടേ, നമ്മൾ പല പല കാര്യങ്ങളുടെ പുറകിൽ പോകും. പെട്ടെന്ന് ക്ലാരിറ്റി, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് ക്ലാരിറ്റി, ഒറ്റ നിമിഷം കൊണ്ട് അതിപ്രധാനമല്ലാത്ത കാര്യങ്ങളെല്ലാം ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഫീഡ് ചെയ്യും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, വിശ്വാസിയെ സംബന്ധിച്ചുള്ള നിത്യമായത്, നാം അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ആട്ടെ, ഞാൻ പെട്ടെന്ന് ഇതല്ല, നമ്മൾ ഡീമണോളജി അല്ലല്ലോ നമ്മുടെ ടോപ്പിക്ക്. 10 കാര്യങ്ങൾ പെട്ടെന്നൊന്ന് പറയാം ഈ ഭൂതങ്ങളെക്കുറിച്ച്. ഇതിനെക്കുറിച്ച് എനിക്ക് പിന്നീട് പഠിപ്പിക്കാൻ സമയം കിട്ടുമെന്ന് അറിയത്തില്ല, വളരെ പെട്ടെന്നേ പറയത്തുള്ളൂ. എന്തിനു വേണ്ടിയാണെന്നറിയോ? ഇന്ന് ഈ ഭൂതങ്ങൾ പുറത്താക്കുന്നതൊക്കെ ബിസിനസ് ആക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ ഈ ഭൂതങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞാൽ ദൈവമക്കൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തതയുണ്ട്. നമ്മൾ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാണ്, ക്രിസ്തുവിൻ്റെ പുറകിൽ പോകുന്നവനാണ്, ക്രിസ്തുവിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നവരാണ്. അല്ലാതെ ഈ ഭൂതം എത്ര ആണെന്നും ഭൂതത്തിൻ്റെ വലുപ്പം എന്താണെന്നൊന്നും പറയുന്നവരല്ല. നമുക്കതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ കർത്താവ് ഒരൊറ്റ വാക്കുകൊണ്ട് ഇവനെ എല്ലാം ബന്ധിക്കുന്നു. അതുകൊണ്ട് എന്നാൽ എന്താണ് ഭൂതങ്ങൾ എന്താണെന്നുള്ളതൊന്ന് പെട്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാം. ഒന്ന്, ഡീമൻസ് ആർ ഫാളൻ ഏഞ്ചൽസ്. നിങ്ങൾക്കറിയാം, ലൂസിഫർ ദൈവത്തോട് മറുതലിച്ചപ്പോൾ അവനോട് കൂടെ 3-1 പോയി. അതാണ് ഈ ഫാളൻ ഏഞ്ചൽസ്. ദൂതന്മാരായിരുന്നു, അവർ വീണു പോയവരാണ്. 2, അവർക്കൊരു നേതാവുണ്ട്. നേതാവാണ് പിശാച്, ലൂസിഫർ, അവനാണ് നേതാവ്. 3, ഇവർ ആത്മീകമായ എൻറ്റിറ്റീസ് ആണ്. ദേ ആർ സ്പിരിച്വൽ ബീയിങ്സ്, നോട്ട് ഫിസിക്കൽ. അതുകൊണ്ടാണ് അവർ ഈ
ഭൂതങ്ങൾ മനുഷ്യരുടെ ഇടയിൽ കയറുന്നു, അല്ലെങ്കിൽ ദേ ക്യാൻ ഇൻഫ്ലുവൻസ്, ദേ ക്യാൻ പൊസസ്, ദേ ക്യാൻ ഒപ്രസ്. പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ശരീരം ഇല്ല. അവരുടെ ഏറ്റവും വലിയ ഗോൾ ഇസ് ഡിസെപ്ഷൻ, വഞ്ചിക്കുക എന്നുള്ളതാണ് അവരുടെ ഗോൾ. പലപ്പോഴും നമ്മൾ ഈ ഭൂതങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴേ ഈ രണ്ട് കൊമ്പും വാലും ഭയാനകര, അതൊക്കെ ആട്ടെ, അതൊന്നും അല്ല അവരുടെ സ്ട്രാറ്റജി. അവരുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് വെളിച്ചദൂതന്റെ വേഷത്തിൽ വരുമെന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ പലപ്പോഴും ഓർത്തോണം, ഈ ഭൂതങ്ങളെ കാണുമ്പോൾ ഹാലോവീൻ മുഴുവൻ ഭൂതങ്ങൾ, നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻസാണ്. എന്നാൽ കൂടുതൽ സമയം ഈ ഭൂതങ്ങൾ വരുന്നത് വെളിച്ചദൂതന്റെ വേഷത്തിലാണ്. അത് നിങ്ങൾ മറക്കരുത് കേട്ടോ. പലപ്പോഴും ഇവർ വരുന്നത് പുൾപിറ്റിന്റെ പുറകിലാണെന്നും കൂടെ മറക്കരുത്. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ഇതൊക്കെ ഇതെല്ലാം അങ്ങനൊന്നുമല്ല. ഇവരെല്ലാം വഞ്ചനയുടെ രാജാക്കന്മാരാ. നമ്മൾ ചിന്തിക്കുന്നത് പോലും അല്ല. അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന യുഗായുഗങ്ങളായിട്ട് മനുഷ്യരെ പഠിച്ച ഈ ചാറ്റ് ജി പിയുടെ അൽഗോറിതം മോഡലില്ലേ എന്ന് പറഞ്ഞാൽ, വർഷങ്ങളായിട്ടുള്ള ഡേറ്റ അവർ പഠിച്ച് ചാറ്റ് ജി പി ടിക്ക് അറിയാം എന്തുവാണെന്ന്. എന്ന് പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് വർഷം ഞാനും എൻ്റെ പിതാക്കന്മാരും എൻ്റെ പിതാക്കന്മാരുടെ പിതാക്കന്മാരും ഈ സകല ആദാം മുതലുള്ള സകല ആളുകളെക്കുറിച്ച് നല്ല അൽഗോരിതം ഇവർക്കറിയാം. എവിടെ വീഴുമെന്ന് അവർക്കറിയാം, എവിടെ പിടിക്കണമെന്ന് അവർക്കറിയാം. ഇതെല്ലാം അറിയാവുന്നത് കൊണ്ട് അവർ സാധാരണ വരുന്നത് ഭയാനകരമായിട്ടല്ല, വെളിച്ചദൂതന്റെ വേഷത്തിലാണെന്നുള്ള കാര്യം മറക്കരുത്. ദൈവത്തിന്റെ മക്കളെ എങ്ങനെ അപ്പോസ് ചെയ്യാം എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അവിടെ മിഖായേൽ പോലും ഇതിനെ ഒന്ന് അപ്പോസ് ചെയ്യേണ്ടി വന്നു, കാരണം അതിന് തടസ്സമായി വന്നു ദ പ്രിൻസ് ഓഫ് പേർഷ്യ. യേശു ക്രിസ്തുവിൻ്റെ അധികാരം എന്താണെന്നുള്ളത് വെരി ക്ലിയർ. അതുകൊണ്ട് അവർ ആ ലൈൻ കടക്കത്തില്ല. നമ്മൾ ചിലപ്പം ആ ലൈനൊക്കെ കടക്കും. യൂദയുടെ ലേഖനം പറയുന്നത് പോലെ ചിലപ്പോൾ നമ്മൾ അവരെ ഫൽസിക്കാൻ പോകും, പിന്നെ അത് പറയും ഇത് പറയും, വലിയ വലിയ പരിപാടി. അവർക്കറിയാം യേശു കർത്താവ് ആരാന്നും അവരുടെ ലൈൻ എന്താണെന്നും. നമുക്ക് ചിലപ്പോൾ നമ്മുടെ ലൈൻ അറിയത്തില്ല. അതാണ് നമ്മുടെ പ്രശ്നം. പിന്നെ അവർ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആളുകൾക്കുണ്ടാക്കും. ശരിയാണ്, ഭൂതം ഗ്രസ്തരായിട്ടുള്ള ആളുകൾ അവരവരെ തന്നെ നോവിക്കുന്നു. ഈ കോതറാലാൽ അനേകം ഇതുപോലെ ഈ വിച്ച് ക്രാഫ്റ്റിന് ബന്ധിക്കപ്പെട്ട ആളുകളെ ശുശ്രൂഷിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. ദൈവം അതിനുവേണ്ടി അദ്ദേഹത്തിന് ഒരു വരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാം ചിലരൊക്കെ അവരെ തന്നെ വെട്ടുന്നു, കുത്തുന്നു, ഭയങ്കര. അത് ഈ ഭൂതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഭൂതങ്ങൾക്ക് ഡിവൈൻ പെർമിഷൻ വേണം. അതില്ലാതെ അവർക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അവർ ഭയക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? ന്യായവിധി. അവർ ഭയക്കുക. മനുഷ്യർക്ക് ഇപ്പോഴും ആ ഭയമില്ല, ന്യായവിധി എന്താണെന്നും ഒരു ദിവസം ഈ വിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കണം എന്നുള്ള കാര്യം. ഇതൊക്കെ നമുക്കറിയാം. ഈ ഇംഗ്ലീഷ് ബൈബിൾ നിങ്ങൾ വായിച്ചാൽ ഈ ഭാഗം എന്താ പറയുന്നതെന്നറിയാമോ? ഓ മോസ്റ്റ് ഹോളി വൺ എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിവിശുദ്ധനായവനെ എന്നാ പറയുന്നത് കർത്താവിനെ കുറിച്ച്. പിന്നെ യേശു ക്രിസ്തുവിനെതിരെ ഇവർക്ക് യാതൊരു ശക്തിയുമില്ല എന്നുള്ളത് അവർക്കും അറിയാം, കർത്താവിനും അറിയാം. നമ്മൾ അതിനെക്കുറിച്ച് ഇച്ചിരി ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇത് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു, ഇതല്ല എൻ്റെ വിഷയമെങ്കിലും ഈ ടോപ്പിക്ക് പറയുന്നതിൻ്റെ കാരണം, ജീസസ് കാസ്റ്റ് ദ ഡീമൺസ് ഔട്ട്. ഓക്കെ, അവർക്ക് അകലെ ഒരു വലിയ പന്നിക്കൂട്ടം, 30 തൊട്ട് 32 വരെ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ഭൂതങ്ങൾ അവനോട്, ഞങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണം എന്ന് അപേക്ഷിച്ചു. പോയിക്കൊള്ളുവീൻ എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുറപ്പെട്ട് പന്നികളിലേക്ക് ചെന്ന് ആ കൂട്ടം എല്ലാം കടന്നു കത്തൂടെ കടലിലേക്ക് പാഞ്ഞു വെള്ളത്തിൽ മുങ്ങിച്ചത്തു. ഓക്കെ, അപ്പൊ ഇവിടെ സംഭവിക്കുന്നത്, ഈ ഭൂതങ്ങൾ ഒരു ഡസൻ അല്ല, എനിക്ക് തോന്നുന്നു 1 കോടി ഭൂതങ്ങളുണ്ട്. ഐ തിങ്ക് മേ ബി ഇവരെല്ലാം കൂടെ ചെന്ന് കർത്താവിനോട് പറയും, കർത്താവേ, ഇനിയിപ്പം നിന്റെ മുമ്പ് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല, ഒരു കാര്യം ചെയ്യും, പന്നിക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ഞങ്ങളെ അങ്ങ് അയക്കണമേ. ഇപ്പോൾ ഒരു പക്ഷെങ്കിൽ പന്നിക്കൂട്ടമായതുകൊണ്ട് യഹൂദന്മാരല്ല, അവിടെ താമസിച്ചിരുന്ന യവനന്മാരുടെ അല്ലെങ്കിൽ ജാതികളുടെ കൂട്ടമാണ് അത് അവരുടെ പന്നിക്കൂട്ടം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്രയും ഭൂതങ്ങൾ അവർ എങ്ങോട്ട് പോകണം എന്നുള്ളത് യേശുവിൻ്റെ അനുവാദം കൂടാതെ പോകാൻ സാധിച്ചില്ലെങ്കിൽ, കേട്ടോ, ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഭൂതഗ്രസ്തനായ ഒരുത്തൻ്റെ ശരീരത്തിൽ നിന്നും ഈ പന്നിക്കൂട്ടത്തിലേക്ക് പോകാൻ ഇവർക്ക് പെർമിഷൻ, ഇത്രയും ഭൂതങ്ങൾക്ക് പെർമിഷൻ വേണമെങ്കിൽ, ക്രിസ്തുവിൻ്റെ കുഞ്ഞാടുകളുടെ അടുക്കിലേക്ക് വരണമെങ്കിൽ എത്രയധികം നമുക്ക് സുരക്ഷിതത്വമുണ്ട്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ചിലപ്പോഴാണ് നമ്മൾ ഈ ഭൂതങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യരെ അങ്ങ് പേടിപ്പിക്കും.
അയ്യോ എൻ്റെ ദൈവമേ, ഇവിടെ ഈ കേരളത്തിൽ ഇതിനെ ബിസിനസ് ആക്കിയിരിക്കുന്ന കുറേ ആളുകളുണ്ട് കേട്ടോ. ദൈവമക്കളുടെ വീട്ടിൽ ചെന്ന് പറയുന്നുണ്ട്, അവിടെ ഇതുണ്ട്, ഇവിടെ ദാണ്ട് അതുണ്ട്, അവിടെ അത് പറഞ്ഞു വെച്ചിരിക്കുക, ഇതിവിടെ ജപിച്ചു വെച്ചിരിക്കുക, ഇവിടെ അത്. എൻ്റെ പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിൻ്റെ ആട്ടിൻകൂട്ടമാണോ? ഇഫ് യു ബിലോങ് ടു ക്രൈസ്റ്റ്, ഇഫ് യു ആർ ക്രൈസ്റ്റ് ഷീപ്പ്, എന്തെവിടെ ജപിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം? എന്തെവിടെ കുഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം? എടാ, പന്നികളുടെ ഇടയിലേക്ക് പോകാൻ പെർമിഷൻ ചോദിക്കുക, പൊക്കോട്ടെ കേട്ടോ, കർത്താവിനോട് പെർമിഷൻ ചോദിക്കുക. ആഭിചാരം യാക്കോബിന്റെ കൂടാരത്തിന് ഫലിക്കത്തില്ല. മനസ്സിലായോ? ആഭിചാരം യാക്കോബിന്റെ കൂടാരം. അതുകൊണ്ട് നമ്മൾ എന്തിനാ പേടിക്കുന്നത്? അപ്പുറത്ത് കണ്ട് ഇതുണ്ട്, ഇപ്പുറത്ത് ഇത്. വാട്ട് ഈസ് യുവർ പ്രോബ്ലം? തൊടാൻ സാധിക്കത്തില്ല. കർത്താവിന്റെ പെർമിഷൻ കൂടാതെ ദൈവമക്കളെ തൊടുവാൻ യാതൊരു ഭൂതത്തിനോ യാതൊരു ശക്തിക്കോ സാധിക്കില്ല എന്നുള്ളതാണ്. അതിന് നല്ല ഉദാഹരണങ്ങളുണ്ട്. യോബിനെ തൊടുവാൻ പെർമിഷൻ വേണമായിരുന്നു. ആരാ പെർമിഷൻ കൊടുത്തത്? ദൈവം പെർമിഷൻ കൊടുത്ത്. പത്രോസ് എന്തുവാ, നിന്നെ പാറ്റിക്കളയേണ്ടതിന് ശത്രു ഇങ്ങനെ നടക്കുക. എന്തോ കർത്താവ് പറഞ്ഞെന്നറിയോ? ഞാനോ പത്രോസെ നിനക്ക് വേണ്ടി പത്രോസ് അറിഞ്ഞോ? പത്രോസ് അറിയാഞ്ഞ ഒരു ഡേഞ്ചറിൽ നിന്നും, ഒരു അപകടത്തിൽ നിന്നും കർത്താവ് ഓൾറെഡി ടേക്ക് കെയർ ചെയ്തെന്ന് പിശാച് പത്രോസ് അറിയത്തോലുമില്ല. ഇന്ന് പ്രിയമുള്ളവരെ, സംഘം കൂടി അവർ പലരെയും, എന്നെയും നിങ്ങളെയൊക്കെ പാറ്റിക്കളയാൻ വേണ്ടി പല പദ്ധതികൾ ഇട്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ ഓർത്തോണം, എന്താണെന്നറിയോ? എനിക്കൊരു വലിയ മഹാപുരോഹിതനുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഞാൻ എന്തിനു ഭയപ്പെടണം? ഈ വിശ്വാസിയുടെ ബലത്തെയും ശക്തിയും ചോർത്തി കളയുന്ന ഇങ്ങനെ കുറെ പരിപാടികളുണ്ട്. പിന്നെ പുറത്തിറങ്ങാൻ പേടി, അങ്ങോട്ട് പോകാൻ പേടി, ഇങ്ങോട്ട് കയറാൻ പേടി, ആ റൂമിനകത്ത് കയറാൻ പേടി, ഈ വീട്ടിൽ പോകാൻ പേടി, ആ വീട്ടിൽ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ പൂർണ്ണ സ്നേഹമാണ് ഭയത്തെ പുറത്താക്കുന്നത്. എൻ്റെ മഹാപുരോഹിതന് ഇതിൻ്റെ മുകളിൽ ശക്തിയുണ്ടെന്ന് വിശ്വസിച്ച് അവൻ എൻ്റെ പടകിലുണ്ടെങ്കിൽ എനിക്ക് എവിടെയും പോകാം, യാതൊന്നിനെക്കുറിച്ച് പേടിക്കേണ്ട. ഒരു ശത്രുവിനും എന്നെ തൊടുവാൻ സാധിക്കത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഭൂതങ്ങളെ പിശാചിനകത്തേക്ക് കയറുവാൻ കർത്താവ് അനുവദിച്ചത്? അത് സ്ക്രിപ്ചറലി നമ്മൾ നോക്കിയാൽ അതിനൊരു ഉത്തരവുമില്ല കേട്ടോ. എന്തുകൊണ്ട് പന്നിക്കൂട്ടത്തിൻ്റെ അവിടെ പോകണമെന്ന് അവർ ചോദിക്കുന്നു. എന്തുകൊണ്ട് കർത്താവ് അതിന് അനുവാദം കൊടുത്തു? അതിന് യാതൊരു ക്ലിയർ എക്സജറ്റിക്കൽ ആൻസർ ഇല്ല കേട്ടോ, എക്സജറ്റിക്കൽ. എന്നാൽ ഇതിനകത്തുനിന്ന് ചില പാഠങ്ങൾ നമുക്ക് പഠിക്കാം. ആ കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. എന്തുകൊണ്ടാണ് ചിലരാണ് ഇതിനെക്കുറിച്ച് ഒരു പ്രസംഗം ഉണ്ടാക്കിയിട്ടുണ്ട്, എന്തുകൊണ്ടാണ് പന്നിക്കൂട്ടത്തിന് അങ്ങനൊന്നും ഉണ്ടാക്കാൻ ദൈവവചനത്തിന് അടിസ്ഥാനമൊന്നുമില്ല. പിന്നെ ഇതിനകത്തുനിന്ന് പഠിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഒന്നാമത് ഇതിനകത്തുനിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. എന്തുവാ? പന്നിക്കൂട്ടത്തിനകത്ത് കയറിയപ്പോൾ നേരെ പന്നിക്കൂട്ടങ്ങൾ വെള്ളത്തിനകത്ത് ചാടി മരിച്ചു. വലിയ നഷ്ടം. എന്ന് പറഞ്ഞാൽ ഭൂതങ്ങൾക്ക് ആത്യന്തികമായിട്ട് ഒരു ഉദ്ദേശമേ ഉള്ളൂ. എന്താണ്? മുഴുവന്. അതുകൊണ്ടാണ് അവൻ അറുപ്പാനും മുടിപ്പാനും വരുന്നത്. ശത്രുവിന് ഒരു ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, നിന്നെ ഫിനിഷ് ചെയ്യണം. അതുകൊണ്ടാണ് അവനോട് സംഘം ചെയ്യാൻ പോകരുത്. യൗവനക്കാരൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ഡോണ്ട് പ്ലേ ഗെയിംസ് വിത്ത് ദ എനിമി. ഏതാ? അവിടെ ചെല്ലുമ്പോൾ ഈ പരിപാടിയുണ്ട്. ചില ഹോസ്റ്റലിനകത്തൊക്കെ കയറുമ്പം അവർക്ക് ഇന്ന പരിപാടികളും കൂടോത്രങ്ങളുടെ. ഡോണ്ട് പ്ലേ. കാരണം എന്നാണെന്നറിയോ? ഇവനൊരു ഉദ്ദേശമുണ്ട്. നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ടൈം പാസ്സാ. കുറച്ചൊന്ന് ഇതുമായിട്ടൊന്ന് ഒത്തുചേർന്ന് ഇറ്റ്സ് ഫൺ, നമ്മുടെ ഫ്രണ്ട്സൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. നോ 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 നോ. അവനൊരു ഉദ്ദേശമുണ്ട്. നിന്റെ മേൽ അവനൊരു ശകലം പിടികിട്ടിയാൽ നിന്നെ നശിപ്പിച്ച് മുഴുവനാക്കി കളയും. അതുകൊണ്ടാണ് പാപത്തോട് കളിക്കാൻ പോകരുത്, എനിമി ശത്രുവായിട്ട് കളിക്കാൻ. ഈ പരിപാടികൾക്കകത്തൊന്നും പ്രിയമുള്ളവരെ നമ്മൾ കാല് കുത്തരുത്. ഡോണ്ട് ഗിവ് ദം എ ഫുട് ഹോൾഡ്. ഒരു ശകലം പോലും ഇടം കൊടുക്കരുത്. കൊടുത്താൽ ഇവന്റെ ഒറ്റ ഉദ്ദേശം നശിപ്പിച്ച് കളയാന്നുള്ളത്. പറഞ്ഞു വെച്ചാൽ പന്നിക്കകത്ത് ചെന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഭൂതങ്ങൾക്ക് ഒരു ഒറ്റ ഉദ്ദേശമുണ്ട്, മുഴുവനായിട്ട് നശിപ്പിക്കും. 2, ഈ മനുഷ്യരുടെ ഇടയിൽ നിന്നും, അതായത് ഈ 2 മനുഷ്യരുടെ ഇടയിൽ നിന്നും അല്ലെ അവരുടെ അകത്ത് നിന്ന് ഈ ഭൂതം പുറത്ത് പോയെന്നുള്ളത് ചുറ്റുമുള്ള മനുഷ്യർക്ക് അറിയണമെങ്കിൽ ഇത് അകത്തുനിന്ന് പുറത്തു പോയെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ പന്നിക്കൂട്ടത്തിനകത്ത് ഇതിനെ കയറുവാൻ സമ്മതിച്ചത്. അതൊരു നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇനി കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഈ 2 പേര് ഭൂതഗ്രസ്തരായിരുന്നു. ഇപ്പോൾ ഈ ഭൂതങ്ങൾ അവരെ വിട്ടുപോയി പന്നിക്കൂട്ടത്തിനകത്ത് കയറി. 3, വലിയൊരു പാഠമുണ്ട്. എന്തുവാണെന്നറിയോ?
നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് പൊസഷൻസിനെക്കാട്ടിലും പ്രാധാന്യം ഒരു മനുഷ്യന്റെ ആത്മാവാണ്. പന്നിക്കൂട്ടം എന്ന് പറയുന്നത് അന്ന് അവരുടെ ആദായത്തിന്റെ മെയിൻ സാധനമാണ്. നിങ്ങളുടെ ആദായം മുഴുവൻ നഷ്ടപ്പെട്ടു പോയാലും ദൈവസന്നിധിയിൽ ഒരാത്മാവിനാണ് വില എന്നുള്ളത് കർത്താവിന് ലോകത്തോടൊന്ന് പറയണമായിരുന്നു. ഈ സ്വച്ഛജടമാംസ തൈലം കർത്താവിന്റെ കാൽക്കൽ പൊട്ടിച്ചപ്പോഴേ യൂദ എന്നാ പറഞ്ഞെന്നറിയാമോ? എന്തോ ഒരു വേസ്റ്റ്, ഈ കാശെല്ലാം എടുത്ത് നമുക്ക് പാവങ്ങൾക്ക് കൊടുക്കലായിരുന്നു. അപ്പൊ കർത്താവിനൊരു പ്രത്യേകതയുണ്ട്. ദരിദ്രത എന്നും നിങ്ങളോടുകൂടി ഇരിക്കും എന്ന് പറഞ്ഞാൽ ആത്മീകമായ ദരിദ്രന്മാരിൽ നിന്നുള്ള ഉദ്ധാരണമാണ് കർത്താവിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. രോഗസൗഖ്യത്തിന് വേണ്ടി ഒരുവൻ വരുന്നു, പക്ഷപാതക്കാരൻ, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചെന്നിരിക്കുന്നു. കാരണം ഇമ്പോർട്ടൻസ് എന്തിനാ? ആത്മാവിനാ. പറഞ്ഞ മനസ്സിലായോ? ദ ഇമ്പോർട്ടൻസ് ഇസ് ഓൾവേസ് ഫോർ ദ സോൾ. അപ്പം പന്നിക്കൂട്ടം അവിടെ നശിച്ചു പോകുമ്പോൾ കർത്താവ് എന്തുകൊണ്ട് അനുവദിച്ചു എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു പാഠമുണ്ട് അതിനകത്ത്. നമ്മുടെ സമ്പത്തും നമ്മുടെ കയ്യിലുള്ളത് നഷ്ടപ്പെട്ടാലും കർത്താവിൻ്റെ മുമ്പിൽ ആത്മാവിനാണ് വില. പ്രിയമുള്ളവരെ, അതെപ്പോഴും ഓർത്തോളണം. ഗോഡ് ഇസ് ഫാർ മോർ ഇൻട്രസ്റ്റഡ് ഇൻ ദ സോൾസ് ഓഫ് മെൻ ദാൻ അവർ മെറ്റീരിയലിസ്റ്റിക് പൊസഷൻസ്. പക്ഷെ നമുക്ക് എപ്പോഴും നേരെ തിരിച്ച അത് നമ്മൾ മാറണം. കർത്താവ് കാണുന്നത് പോലെ കാണുവാൻ നമുക്ക് കാണണം. എന്നാൽ ഇതിൻ്റെ ഔട്ട്കം നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താ ഇതിൻ്റെ ഔട്ട്കം? അതാണ് ഇതിനകത്ത് ഏറ്റവും സങ്കടകരമായ ഔട്ട്കം. അപ്പൊ നമ്മൾ ഓർത്തു, അവിടെ ഭൂതങ്ങൾ ഒരു പറ്റ ഭൂതങ്ങൾ പുറത്താക്കി. ഇതുവരെ ആ സൈഡിലേക്ക് ആരും കടന്നു ചെന്നിട്ടില്ലാത്ത സ്ഥലത്ത് കർത്താവ് ഒരു വഴി വെട്ടി അതിനെ മനോഹരമാക്കി രണ്ടുപേരെ പൂർണ്ണമായി വിടുവിച്ചു. 33-34 വാക്യം. മേയ്ക്കുന്നവർ ഓടി പട്ടണത്തിൽ ചെന്ന് സകലവും ഭൂതഗ്രസ്തരുടെ വസ്തുക്കളെ അറിയിച്ചു. എന്ന് പറഞ്ഞാൽ വലിയ റിവൈവൽ നടക്കാൻ പോവാ. ഉടനെ പട്ടണം എല്ലാം പുറപ്പെട്ട് യേശുവിനെതിരെ ചെന്നു. അവനെ കണ്ടാരെ തങ്ങളുടെ അതിർ വിട്ടു പോകണമെന്ന് അപേക്ഷിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് പട്ടണം മുഴുവൻ ഒരുമിച്ച് വരുന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് എന്താ? അവരെല്ലാം കൂടെ ഒരുമിച്ച് വന്ന് ഇവിടെ വലിയ ഉണർവ് നടക്കാൻ പോവാ. അടുത്ത സെന്റൻസ്, ഞങ്ങളെ വിട്ടുപോകണം. എന്തുകൊണ്ടാ? അവരുടെ മെറ്റീരിയലിസ്റ്റിക് പൊസഷൻസിനെ കർത്താവ് തൊട്ടു. മനസ്സിലായോ? ഇതാണ് നിർഭാഗ്യകരമായ അവസ്ഥ. ഇന്നും കർത്താവിനെ അധികം ഭവനങ്ങളുടെ അകത്തോട്ട് ചേർക്കാത്തതിൻ്റെ കാരണം ഞാൻ പറയാം. കർത്താവ് അകത്ത് വന്ന ചിലതിനെയൊക്കെ തൊടും. ചില അവസ്ഥകൾക്കൊക്കെ മാറ്റം വരും. ഗോഡ് വിൽ റീഅറേഞ്ച് യുവർ പ്രയോറിറ്റീസ്. ചില പന്നിക്കൂട്ടങ്ങൾ ചത്തുപോകും, ചില നഷ്ടങ്ങൾ സംഭവിക്കും. ഇത് നമുക്ക് വേണ്ട. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഈ കർത്താവിനെ നമ്മൾ ഒരു സൈഡിൽ അങ്ങ് നിർത്തും. കാരണം വി ഡോണ്ട് വാണ്ട് ക്രൈസ്റ്റ് ടു ടച്ച് വാട്ട് വി പൊസസ്. എന്നാൽ ഇന്ന് പ്രിയമുള്ളവരെ മറക്കരുത്, നെവർ ഫൊർഗെറ്റ് ദിസ്. Christ is far more interested in the health of our soul than our materialistic possessions. Far more interested. നിർഭാഗ്യകരമായ അവസ്ഥ. ഇന്നും അനേകർ കർത്താവിനെ ഉള്ളിലേക്ക് സ്വീകരിക്കാത്തതിൻ്റെ കാരണം ഒന്ന് മാത്രം. ക്രൈസ്റ്റ് വിൽ റീഅറേഞ്ച് യുവർ ലൈഫ്. അത് വേണ്ട, നമുക്കത് വേണ്ട. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മളെപ്പോലെ ക്രിസ്ത്യാനികളാണ്, നമ്മുടെ സ്നേഹിതനാണ്, അവരോട് നിങ്ങൾ എന്താ മുഴുവനായി കർത്താവിൻ്റെ കയ്യിലേക്ക് സമർപ്പിക്കാത്തത്? അവർക്കറിയാം, സമർപ്പിച്ചു കഴിഞ്ഞാൽ ചില ബിസിനസ് ഇടപാടുകളൊക്കെ നിൽക്കണം, ചില ഡീലിങ്സ് ഒക്കെ നിൽക്കണം, ചില ഗ്യാതറിങ്സ് ഉണ്ടല്ലോ അത് നിൽക്കണം. കാരണം ക്രൈസ്റ്റ് വിൽ കം ആൻഡ് റീഅറേഞ്ച്. അപ്പോൾ വലിയ ഉണർവിൻ്റെ സാധ്യത ഉള്ളപ്പം പട്ടണം ഒരുമിച്ച് കൂടിയിട്ട് പറയാം, ഞങ്ങളുടെ അതിര് വിട്ടു പോകണം, ഞങ്ങൾക്ക് പന്നിക്കൂട്ടമാണ് വേണ്ടിയത്, ഈ ആത്മാക്കൾ അല്ല ഞങ്ങളുടെ വിഷയം. ഇന്ന് ഇതേ ആത്മാവ് സഭകൾക്കകത്ത് വന്നിട്ടുണ്ട്. They are more interested in the real estate, in what will happen to the building, in the future of the structure, far more than the souls that are being lost. അല്ലേ? നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെക്കാട്ടിൽ എത്രയോ വലിയ വിഷയമാണ് നമ്മുടെ പള്ളിയുടെ പൊക്കം, അതിൻ്റെ അതിൻ്റെ എന്തൊക്കെയാണ് നമ്മുടെ വിഷയങ്ങൾ. അങ്ങനെയുള്ളവരോടാണ് കർത്താവ് പറയുന്നത്, ഞാൻ ഇവിടെ നിന്ന് പയ്യെ ഇറങ്ങി പൊക്കോളാം, കാരണം നിങ്ങൾക്ക് എന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഐ വിൽ റീഅറേഞ്ച് യുവർ പ്രയോറിറ്റീസ്. വെൻ പിഗ്സ് ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ പീപ്പിൾ. വെൻ പിഗ്സ് ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ പീപ്പിൾ.
നമ്മുടെ കമ്മിറ്റികളൊക്കെ കൂടുമ്പോൾ നമ്മുടെ ചർച്ചാ വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ആത്മാക്കളെ കുറിച്ച് എന്തെങ്കിലും നമ്മൾ പറയുമോ? നമ്മൾ സകലമാനം വേറെ പരിപാടികളാണ് നമ്മുടെ ഡിസ്കഷൻ. ആനുവൽ പ്ലാനിങ്ങിനകത്ത് ആത്മാവിനെ നേടുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുമോ? ഇല്ല. ആ പ്രോഗ്രാം, ഈ പ്രോഗ്രാം, ആ ആഘോഷം, ഈ ആഘോഷം, മറ്റേത് മറിച്ച് എന്തൊക്കെ പരിപാടിയാണ്. ആ ബിൽഡിംഗ് പ്രോജക്റ്റ്, ഈ ബിൽഡിംഗ് പ്രോജക്റ്റ്, മറ്റേ ഒന്നും വേണ്ടെന്നൊന്നും അല്ല ഞാൻ ഈ പറയുന്നത്. ആത്മാവ് എവിടാ? ദ പിഗ് സീംസ് ടു ബി മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ പീപ്പിൾ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം അങ്ങനെ ആകരുത്. Our life should not be. Our life should be about people. Should be about people. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, പീപ്പിൾ ലവ് ദ സ്വൈൻ മോർ ദാൻ ദ സേവിയർ. അല്ലേ? അവരുടെ പന്നിക്കൂട്ടങ്ങളെ അവർ കൂടുതൽ ശ്രേഷ്ഠമായി എണ്ണി. ദ ലവ് ദർ സ്വൈൻ മോർ ദാൻ ദ സേവിയർ. ഇന്ന് പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യണം. കർത്താവ് അകത്തോട്ട് വന്നു കഴിയുമ്പോൾ കർത്താവ് റീഅറേഞ്ച് ചെയ്യും. ചിലതിനെയൊക്കെ പുറത്തു വിടും, ചിലതൊക്കെ മാറ്റി വെക്കും, ചിലതൊക്കെ നിർത്താൻ പറയും. ഡു വി ലവ് ദ സേവിയർ മോർ ദാൻ ദ സ്വൈൻ? നമുക്ക് അതാണോ നമ്മുടെ അവസ്ഥ? എന്നാൽ ഏറ്റവും വലിയ ഒരു ഉണർവിൻ്റെ അവസരം പാഴാക്കി കളഞ്ഞ ഒരു ദേശം, പാഴാക്കി കളഞ്ഞ ഒരു ദേശം. ക്രിസ്തു തൻ്റെ ശുശ്രൂഷയും വിട്ട് പടകിനകത്ത് കയറി പ്രയാസത്തിലെയും പ്രതിസന്ധികളെയും നേരിട്ട് ഇപ്പുറം വന്നത് ഒരാത്മാവിന് വേണ്ടിയാണ്. സോ ഓൾവേസ് റിമെമ്പർ, ബിയോണ്ട് യുവർ ക്രൈസിസ്, ബിയോണ്ട് യുവർ സ്റ്റോം, എ സോൾ ഇസ് വെയിറ്റിംഗ് ടു ബി ടച്ച്ഡ്. ഞാൻ കടന്നു പോകുന്ന വലിയ പ്രതിസന്ധി ആയിരിക്കാം, ഒരു കൊടുങ്കാറ്റായിരിക്കാം. എന്നാൽ ആ കൊടുങ്കാറ്റിൻ്റെ അപ്പുറത്ത് ഞാൻ തൊടേണ്ട ഒരാത്മാവ് കാത്തിരിക്കുന്നു എന്ന് മറക്കരുത്. സോ യു ഹാവ് എ പേർപ്പസ് ഇൻ ദ പെയിൻ. ഞാൻ കടന്നു പോകുന്ന വേദന, എന്തുകൊണ്ടാണ് കർത്താവെ കാറ്റും കോളും? നിന്നെ പിന്തുടരാൻ തീരുമാനിച്ചതല്ലേ, നിന്നെ അനുസരിക്കാൻ വന്നതല്ലേ, പിന്നെ എന്തുകൊണ്ട് കാറ്റും കോളും? ദർ ഇസ് എ പെയിൻ ബിഹൈൻഡ്, ദർ ഇസ് എ പേർപ്പസ് ബിഹൈൻഡ് യുവർ പെയിൻ. ഒരുപക്ഷെങ്കിൽ ഈ ഭൂതങ്ങൾ അതായിരിക്കും ആഗ്രഹിച്ചത്. ഭൂതങ്ങൾക്കറിയാം, മിടുക്കരല്ലേ. ഈ പന്നിക്കൂട്ടത്തെ ഒന്ന് നശിപ്പിച്ച് കളഞ്ഞാലേ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ അതോടെ നിൽക്കും. കാരണം ഈ ഭൂതങ്ങൾക്ക് കുറച്ചുകൂടെ ബോധമുണ്ട്. ഭൂതത്തിനറിയാം ഈ മനുഷ്യർക്ക് എന്താ അവരുടെ പ്രയോറിറ്റി എന്ന്. ഏതാ? ആത്മാവൊന്നുമല്ല ഇവർക്ക് വിഷയം, പന്നിക്കൂട്ടമാണ് അവരുടെ വിഷയം. അവർക്കറിയാം. അതുകൊണ്ട് അങ്ങനെ ഈ പന്നിക്കൂട്ടത്തെ അങ്ങ് നശിപ്പിച്ചാൽ യേശു ക്രിസ്തുവിനെ ഇവിടുന്ന് ഇറക്കി വിടാമെന്നുള്ള സ്കോപ്പ് അവർക്കറിയാം. പോട്ടെ, അതൊരു നിർഭാഗ്യകരമായ അവസ്ഥയാണെങ്കിലും ഈ മനുഷ്യൻ എങ്ങനെ പ്രതികരിച്ച്, അത് മത്തായിയുടെ സുവിശേഷത്തില്ല, മർക്കോസിന്റെ സുവിശേഷം. പെട്ടെന്ന് ഞാനൊന്ന് പോവാം, എന്നിട്ട് ഞാൻ നിർത്തിയേക്കാം. മർക്കോസിന്റെ സുവിശേഷം 18:5 എന്താ പറയുന്നത്? അവൻ പടക് ഏറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവർ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദെക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഒരു വശത്ത് ഒരു പട്ടണം മുഴുവൻ കർത്താവിനോട് പറഞ്ഞു, പ്ലീസ് ഗെറ്റ് ഔട്ട്. എന്നാൽ കർത്താവ് ഒന്ന് തൊട്ടവനാ ഈ ഗദർദേശക്കാരൻ. അവൻ എന്ത് പറഞ്ഞാണോന്നറിയോ? എൻ്റെ ഈ ഭാഗത്തോട്ട് ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നോ വൺ വുഡ് കം മൈ വേ. ആ സമയത്ത് എന്നെ തേടി വന്നൊരുവനുണ്ട്. അവൻ അടുത്തു നിന്നല്ല വന്നേ, അവൻ കടല് കടന്നാ വന്നത്, ഇല്ലയോ? അവൻ കടല് കടന്ന് വന്നതുകൊണ്ടും അവൻ എന്നെ വിടുവിച്ചത് കൊണ്ടും അവൻ എന്നെ രക്ഷിച്ചത് കൊണ്ടും എനിക്കൊരാഗ്രഹമുണ്ട് അവൻ്റെ പിന്നാലെ പോകാൻ. ഐ ഹാവ് ഓൺലി വൺ ഡിസയർ. അതുകൊണ്ട് കർത്താവിനോട് എന്ന് പറയാ, കർത്താവേ ഞാനിവിടെ അങ്ങ് പോരുക. അവനെ സംബന്ധിച്ചോളം, അയ്യോ ഇനി ഞാൻ ഏത് ബിസിനസ് ചെയ്യണം, ഞാൻ എങ്ങനെ എന്നെ തന്നെ രക്ഷിക്കും, ഇതൊന്നും അല്ല അവന് വിഷയം. അവൻ ഒറ്റ ചോദ്യം, ഞാനിവിടെ വന്നോട്ടെ, കർത്താവ് എവിടെ ഉണ്ടോ ഞാനും കൂടെ വന്നോട്ടെ. അപ്പോൾ കർത്താവ് പറഞ്ഞു, മോനെ നിൻ്റെ ആഗ്രഹം നല്ലതാ, പക്ഷെ എനിക്ക് നിന്നെക്കുറിച്ചൊരു വലിയ ഉദ്ദേശമുണ്ട്, നിന്നെ മിഷണറി ആക്കാൻ പോവാം. അപ്പം ഞാനൊരു കാര്യം ചെയ്യാണ്, നിനക്കൊരു വലിയ ദൗത്യം. ഇതുവരെ കർത്താവ് പറഞ്ഞുകൊണ്ടിരുന്ന എന്നാ? മിണ്ടരുത്, നീ അനങ്ങരുത്, അവിടെ പോരുത്, ഒന്നും ചെയ്യരുത്, ഇത്രയും പറഞ്ഞു. ഇവനോട് പറയുക, നീ പോയി കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും നീ ചെന്ന് പിന്നെ കാണുന്നത് എന്തുവാ? അവൻ ആ സകല ദേശത്തും പോയി ക്രിസ്തുവിനെ പ്രസംഗിച്ചു. പ്രിയമുള്ളവരെ, എനിക്ക് വേണ്ടി സ്വർഗത്തിലെ സുഖം വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാം? ഈ ഒരു ആത്മാവിനെ രക്ഷിക്കാനാണ്.
കർത്താവ് അത് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. ഞാൻ എൻ്റെ പാപത്തിൽ അങ്ങ് നശിച്ചു പോയേനെ. ഉം. ഈ ചെറിയ എന്ന് പറയുന്ന വ്യക്തി, ഐ എം ജസ്റ്റ് എ ബ്ലിപ്പ് ഇൻ ഹിസ്റ്ററി, അല്ലേ? ബ്ലിപ്പ് ഇൻ ഹിസ്റ്ററി. അതെനിക്ക് കുറച്ചുകൂടെ ബോധ്യമായി ഞാൻ വെല്ലൂരി ചെന്ന് ഇങ്ങനെ കടന്നപ്പോൾ. ഞാനൊരു ബ്ലിപ്പാണെന്നുള്ളത്. ദാറ്റ് ഐ എം നത്തിങ്. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം. എന്നാൽ ഈ ഒരു ചെറിയ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി അവൻ സകലവും വെടിഞ്ഞ് എനിക്ക് വേണ്ടി ഭൂമിയിൽ വന്ന് എനിക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ് എന്നെ വിടുവിച്ച് എന്നെ പാപത്തിൽ നിന്ന് വിടുവിച്ച് എനിക്ക് നിത്യജീവന്റെ ഓഹരക്കാരനാക്കിയെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഈ ലോകം മുഴുവൻ നടന്ന് കർത്താവ് എന്നോട് കരുണ കാണിച്ചത് പ്രസംഗിക്കണ്ടേ? ഏ അതുകൊണ്ട് ദ ഡീമൺ പൊസസ്ഡ് ബിക്കംസ് ദ ഗ്രേറ്റസ്റ്റ് മിഷണറി. അതാണ്. അതുകൊണ്ട് ഞാൻ എവിടെ തുടങ്ങിയെന്നോ എൻ്റെ എൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി എന്താണെന്നുള്ളതൊന്നും വിഷയമല്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ഹി ഓട്ടോമാറ്റിക്കലി ഗെറ്റ്സ് ക്വാളിഫൈഡ് ഫോർ മിനിസ്ട്രി. കർത്താവിന് വേണ്ടി പ്രസംഗിക്കാൻ, നമ്മുടെ സാക്ഷ്യം കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് പ്രസ്താവിപ്പാൻ കർത്താവ് നമ്മളെ ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ സ്റ്റഡി അവസാനിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ലെറ്റ് മീ റിമൈൻഡ് യു എവറി സ്റ്റോം യേശുവിനെ പിൻപറ്റാൻ തീരുമാനിച്ചതുകൊണ്ട് പ്രതിസന്ധികൾ വരത്തില്ല എന്നൊരിക്കലുമില്ല. യേശുവിനെ പിൻപറ്റാൻ തീരുമാനിച്ചു, പ്രതിസന്ധി വന്നു. റോമിലേക്ക് യാത്രയാകാൻ പൗലോസ് തീരുമാനിച്ചു, ഈശാനമൂലനടിച്ചു. പ്രതിസന്ധികൾ എല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ ഒറ്റ ഇതേ ഉള്ളൂ, എല്ലാ കാറ്റിനെയും കോളിനെയും അടക്കുവാൻ കഴിവുള്ള നമ്മുടെ കർത്താവ് നമ്മുടെ പടകിലുണ്ടോ എന്ന് മാത്രം അന്വേഷിച്ചാൽ മതി. വേറെ ഒന്നും ചിന്തിക്കണ്ട. ജസ്റ്റ് ബി ഷുവർ ദാറ്റ് ദ കിങ് ഓഫ് ദ സ്റ്റോം ഇസ് ഇൻ യുവർ ബോട്ട്, അല്ലേ? അവൻ പടങ്ങിലുണ്ടെങ്കിൽ വിത്ത് ക്രൈസ്റ്റ് ഇൻ മൈ വെസൽ ഐ കൻ സ്മൈൽ അറ്റ് ദ സ്റ്റോം. ആൻഡ് ഗോഡ് വാണ്ട്സ് ടു ഓൾവേസ് കാം ദ സ്റ്റോം ഇൻ യുവർ ഹാർട്ട് ബിഫോർ ഹി കംസ് ദ സ്റ്റോം ഔട്ട്സൈഡ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അകത്ത് കടന്ന് ഈ ഉരുളുന്ന വലിയ പ്രതിസന്ധി ഉണ്ടല്ലോ, അതിനെ ശമിപ്പിക്കുവാൻ, അതിനെ ശാന്തമാക്കുവാൻ ദൈവം ആഗ്രഹിക്കും. പുറത്തുള്ളത് കർത്താവ് ചെയ്തോളും അതിൻ്റെ സമയത്ത്. ബട്ട് ലെറ്റ് ഹിം കാം ദ സ്റ്റോം ഇൻസൈഡ്. പിന്നെ ഒരു കാര്യമുണ്ട്, കർത്താവ് അപ്പുറത്ത് നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഹി വിൽ എൻഷുർ ദാറ്റ് യു റീച്ച് ദെയർ. കേട്ടോ, കർത്താവ് പറഞ്ഞത് നമുക്ക് അപ്പുറം പോവാം. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാറ്റും കോളും വന്നെന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറത്ത് എത്താതൊന്നും ഇരിക്കത്തില്ല. ഈ കർത്താവ് എന്നെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെത്തിക്കുന്നത് നിത്യത വരെ എന്നെ കാത്തു സൂക്ഷിക്കാൻ കഴിവുള്ളവനാണ് എന്നോട് പറഞ്ഞത് നമുക്ക് അപ്പുറത്ത് പോകാം. അതുകൊണ്ട് ഈ പകുതി ഇടയിൽ വരുന്ന സ്റ്റോംസ് ഒന്നും അതിന് തടസ്സമായി നിൽക്കത്തില്ല. പിന്നെ ഒരു കാര്യം ഓർത്തോണം, എൻ്റെ പ്രതിസന്ധിക്ക് അപ്പുറം ഒരാത്മാവ് എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരാത്മാവേ ഉള്ളായിരിക്കാം, ബട്ട് ഹീസ് വെയിറ്റിംഗ്, ഷീസ് വെയിറ്റിംഗ്. അതുകൊണ്ട് ഞാൻ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അയ്യോ എനിക്കിത് സംഭവിച്ചോ, ഡോണ്ട് വാലോ ഇൻ സെൽഫ് പിറ്റി. അയ്യോ എനിക്കെന്തുകൊണ്ട് ഇത് സംഭവിച്ചു, അയ്യോ ഞാനിത് എപ്പോഴാ എൻ്റെ വിടുതൽ. അല്ല, ദർ ഇസ് എ പേർപ്പസ് ഇൻ ദ പെയിൻ. എന്തിനു വേണ്ടിയാ? ഒരു ഗേദർദേശക്കാരൻ, ഒരു ഭൂതഗ്രസ്തൻ സൗഖ്യമാകണം. എ ഡീമൺ പൊസസ്ഡ് നീഡ്സ് ടു ബിക്കം എ മിഷണറി. അതുകൊണ്ട് കർത്താവ് ഓൾവേസ് ഹി ഹാസ് എ പേർപ്പസ് ബിഹൈൻഡ് ദ പെയിൻ. അതുകൊണ്ട് 8-ാമത്തെ അധ്യായം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ മുമ്പേ കണ്ടു, യേശു കർത്താവ് രോഗത്തിൻ്റെ മേൽ കർത്തവ്യമുള്ളവനാണ്. ഹി ഹാസ് സോവറിനിറ്റി ഓവർ സിക്നെസ്. പത്രോസിൻ്റെ അമ്മായിയമ്മയെ സൗഖ്യമാക്കി, ശതാധിപന്റെ ദാസനെ സൗഖ്യമാക്കി. ഹീസ് സോവറിൻ ഓവർ സിക്നെസ്, കിങ് ഓവർ സിക്നെസ്. പിന്നെ നമ്മൾ കാണുന്നത് ഈ സകല പ്രപഞ്ചത്തിൻ്റെ മേലും, കാറ്റിൻ്റെയും കോളിൻ്റെ മേലും, ഈ എൻവയൺമെൻറ്റിൻ്റെ മേലും, സകലത്തിൻ്റെ മേലും അവൻ കർത്താവാണ്, അല്ലേ? മഴ പെയ്യിക്കുന്നതും മഴ പെയ്യിക്കാതിരിക്കുന്നതും അവനാണ്. സോ ഹി ഈസ് ഇൻ കൺട്രോൾ ഓഫ് നേച്ചർ. അതും നമുക്ക് മനസ്സിലായി. ഇപ്പം നമുക്ക് മനസ്സിലായി, ഹീസ് ഓൾസോ ഇൻ കൺട്രോൾ ഓഫ് ദ സൂപ്പർ നാച്ചുറൽ. അതായത് ഏത് ഭൂതമാണെങ്കിലും ഏത് ശത്രുവാണെങ്കിലും അതിൻ്റെ മുകളിലും കർത്താവിന് അധികാരമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ സകല മേഖലകളുടെ മേലും അധികാരമുള്ള ക്രിസ്തു നമ്മുടെ പടകിലുണ്ടെങ്കിൽ ഒന്നിനെക്കുറിച്ചും പറയേണ്ട. വിത്ത് ക്രൈസ്റ്റ് ഇൻ യുവർ വെസൽ യു ക്യാൻ സ്മൈൽ അറ്റ് ദ സ്റ്റോം. അപ്പം കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾക്ക് ഇന്ന് ഒരുമിച്ച് ഇങ്ങനെ കൂടി വരുവാൻ അങ്ങ് സഹായിച്ചല്ലോ, അതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഈ കടല് താണ്ടി അങ്ങ് ഒരു ഭൂതഗ്രസ്തൻ്റെ പിറകിൽ പോയെങ്കിൽ ഞങ്ങളെ തേടി വരുവാൻ അങ്ങ് എത്രയോ കർത്താവെ ദൂരം സഞ്ചരിച്ചു. സ്വർഗം വെടിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചതിന്
ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കൊരു ദൗത്യമുണ്ട് കർത്താവെ. അതുകൊണ്ട് ഇന്ന് ഞങ്ങളെ അടിക്കുന്ന തിരമാലകളൊക്കെ ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ ഭയപ്പെടുന്നില്ല, ഞങ്ങൾ വിഷമിക്കുന്നില്ല. വി ആർ നോട്ട് വി ആർ നോട്ട് സ്ക്രീമിങ് ഇൻ അൺബിലീഫ്. കർത്താവ് ഞങ്ങളുടെ പടകിലുള്ളത് കൊണ്ട് ഞങ്ങൾ ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടുന്നില്ല. കർത്താവെ, ഇതിലൊക്കെ അങ്ങേക്കൊരു ഉദ്ദേശമുണ്ട്. ദർ ഇസ് എ പേർപ്പസ് ബിഹൈൻഡ് ദ പെയിൻ. ആ ഒരു ഉദ്ദേശം നിവർത്തിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വരുന്ന ആഴ്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു മുഖാന്തരം യാചിക്കുന്നു, കൃപയോടെ കേൾക്കണമേ.